السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون. صدق الله العلي العظيم. من نظر إلى محاسن امرأة فغض بصره في أول مرة أحدث الله له عبادة يجد حلاوتها في قلبه. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجيل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن ماني من شد الحياة ومن شد الممات ومن إحراق جسماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. SSF കർണാടക സുന്നി സംഘ കുടുംബങ്ങൾ ചേർന്നു നിന്ന് ഇവിടെയുള്ള തഖിയത്തുൽ ഇസ്ലാം യങ് മെൻസ് അസോസിയേഷൻ കൂടെ നിന്നുകൊണ്ട് നടത്തുന്ന അതിമഹത്തായ സ്വലാത്തിന്റെ വാർഷികോത്സവവും ബുർഉദ മജ്ലിസും ഉപന്യാസങ്ങളൊക്കെ നടക്കുന്ന വേദിയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. അല്ലാഹു നമ്മുടെ ഈ സംഗമങ്ങളൊക്കെ ഖബൂൽ ചെയ്യട്ടെ. അവന്റെയും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാനുള്ള വസീലയായി അല്ലാഹു ഇത്തരത്തിലുള്ള മജ്ലിസുകളെ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. ഈ ലോകത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നോ പഠിപ്പിച്ചു തരുന്ന സമഗ്രവും സമ്പൂർണവും സാർവകാലികവുമായ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഈ ലോകത്ത് മനുഷ്യനല്ലാത്ത ജീവികൾക്ക് ജന്മന എങ്ങനെ ജീവിക്കണമെന്നോ പഠിപ്പിച്ചു കൊടുത്തവനാണ് അല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم. ഈ ലോകത്ത് കാലുകുത്തി നടക്കുന്ന സകല ജീവികളും ചർഗകളെ കൊണ്ട് പാറുന്ന എല്ലാ പക്ഷികളും മനുഷ്യനെ പോലെയുള്ള സമുദായങ്ങളാണ്. അവകൾക്കൊക്കെ എങ്ങനെ ജീവിക്കണം
എന്തു ചെയ്യണമെന്നുള്ള ബോധം ജന്മന അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വളർത്താറുള്ള കോഴി, അതിന്റെ ജീവിതം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഏത് കോഴിയും മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന് അടവെക്കാറുണ്ട്. ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ മുട്ട പൊട്ടിയിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വന്ന് ആ ഉമ്മയെ ആശ്രയിക്കാറുണ്ട്. പിന്നെയും ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ഉമ്മയുടെ കൂടെ കൂടി ഭക്ഷണ സാധനങ്ങൾ കൊത്തി തിന്നാറുണ്ട്. ഇടക്ക് വെച്ച് ഉമ്മ ശബ്ദിച്ചാൽ ആ ശബ്ദത്തിന്റെ ശൈലി മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുതിയ ഭക്ഷണങ്ങൾ തേടി നടക്കാറുമുണ്ട്. ശബ്ദം നീണ്ടുപോയാൽ ആ കുഞ്ഞുങ്ങളൊക്കെ ഉമ്മയുടെ ചിറകിന്റെ അടിയിൽ വന്ന് സംരക്ഷണം തേടാറുണ്ട്. ഈ പൂവൻകോഴിയുടെ ശബ്ദങ്ങൾ, അതേപോലെ ഉമ്മയായ കോഴിയുടെ ശബ്ദങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് മുഖേന ഭക്ഷണം തേടി നടക്കാനും സംരക്ഷണം തേടാനും ഇണം ചേരാനൊക്കെ ഒരു ബുദ്ധിയുമില്ലാത്ത കോഴികൾ ശ്രമിക്കുന്നത് ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഈ കോഴികൾക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങളും വിജ്ഞാനങ്ങളും പഠിപ്പിച്ചു കൊടുത്തവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലെ മറ്റൊരു ഭാഗത്ത് ഞങ്ങളൊക്കെ വളർത്താറുള്ള പശുവോ ആടോ, ആ പശുവിനെ ചിലപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ആടിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഒരാട് പ്രസവിച്ചു കഴിഞ്ഞു എന്ന് കണ്ടാൽ പ്രസവം കഴിഞ്ഞ ഉടനെ ഭൂമിയിലേക്ക് വീണ ആ കുഞ്ഞൻ ആടിന്റെ അകടിന്റെ അടുത്തു വന്ന് മുട്ടുകുത്തി അതിന്റെ പാല് ഈമ്പി കുടിക്കാറുണ്ട്. പശുവിന്റെ കുഞ്ഞിയും അതുപോലെ തന്നെയാണ്. ഉമ്മയുടെ അകടിൽ പാലുണ്ടെന്ന വിവരവും അതിനെ ഈമ്പി കുടിക്കണമെന്ന വിവരവും ഈ ലോകം കാണാതിരുന്ന ആടുകുഞ്ഞിക്ക് നൽകിയത് ആരാണ്? മറ്റേ ഭാഗത്ത് ഞങ്ങളൊക്കെ ഔഷധമായി സ്വീകരിക്കാറുള്ള തേൻ വിവിധ പുഷ്പങ്ങളുടെ അടുത്തേക്ക് ചെന്നെത്തി ആ പുഷ്പങ്ങളിൽ നിന്ന് തന്റെ വായ കൊണ്ട് പലതിനെയും ഈമ്പിയെടുത്ത് ഒരു സ്ഥലത്തേക്ക് വന്ന് അതിനു വേണ്ടിയുള്ള കൂട്ടുകളുണ്ടാക്കി, അതിനുവേണ്ടിയുള്ള സംരക്ഷണ സ്ഥലങ്ങളുണ്ടാക്കി, അതിൽ വന്ന് തേന് ഛർദിക്കുകയും അവിടെ വസിക്കുകയും എല്ലാ തേനീച്ചകൾ വന്നു കൂടുകയും ചെയ്യുന്ന രംഗം പലപ്പോഴും ഞങ്ങൾ കാണാറുണ്ട്. ഇന്ന പുഷ്പത്തിൽ ഈ മധുരമുണ്ട് എന്ന് അറിയിച്ചു തന്നതും ആ കൂട്ടുണ്ടാക്കാനുള്ള എഞ്ചിനീയറിംഗ് പ്ലാൻ അതിന് മനസ്സിലാക്കി കൊടുത്തതും അതുണ്ടാക്കാനുള്ള കഴിവ് നൽകിയതും ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ അതിനൊക്കെ മറുപടിയായി പറയുന്നത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളെ സൃഷ്ടിക്കുകയും അതിനു വേണ്ട എല്ലാ മാർഗങ്ങൾ തയ്യാറാക്കി വെക്കുകയും അവകൾ ഓരോന്നിനും അതിന്റെ മാർഗങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത റബ്ബ്, ആ റബ്ബാണ് അല്ലാഹ്. ആ അല്ലാഹു ഇവിടെയുള്ള സകല ജീവികൾക്കും ജന്മന അത് ജീവിക്കേണ്ട വ്യവസ്ഥകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അതേ സമയത്ത്
എല്ലാ നിലക്കും ബുദ്ധിയും പക്വതയുമുള്ള മനുഷ്യൻ, ആ മനുഷ്യന് ബുദ്ധി വളരുന്നതും പക്വതകൾ കൂടുന്നതും ജന്മന അല്ല. പകരം ആ മനുഷ്യന് അല്ലാഹു തആല ജീവിക്കാൻ പഠിപ്പിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയാതെയാണ് നിങ്ങളെയൊക്കെ നിങ്ങളുടെ ഉമ്മമാരുടെ പല്ലകളിൽ നിന്ന് അല്ലാഹു തആല പുറത്താക്കിയത്. അന്ന് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. പിന്നെയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് ഓരോന്നും പഠിപ്പിച്ചു തരാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കൂ, പ്രസവിച്ചു വീണ കുഞ്ഞി ഉമ്മയുടെ മുലപ്പാൽ കുടിക്കണമെങ്കിൽ സ്വന്തമായി കഴിയുന്നില്ല. ആ കുഞ്ഞിയെ മാരോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ, അതിന് അമ്മിഞ്ഞ പാല് കൊടുക്കാനുള്ള ആ മുല അതിന്റെ വായയിലേക്ക് ഇട്ടുകൊടുത്താൽ മാത്രമേ ആ കുഞ്ഞി പാല് കുടിക്കാറുള്ളൂ. ഈ മനുഷ്യന് അല്ലാഹു തആല ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്നത് ജന്മനാമല്ല എന്ന് നമുക്ക് അവിടെ തന്നെ ബോധ്യപ്പെടുന്നു. അതേ സമയത്ത് ബാക്കിയുള്ള ജീവികളെയൊക്കെ അല്ലാഹു തആല പടച്ചതോ അത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയുമാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഈ ലോകത്തിലുള്ള സകലവും അല്ലാഹു പടച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെ പടച്ചതോ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെ അല്ലാഹു പടച്ചത് അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ മനുഷ്യന് ജീവിതം ഇവിടെ പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് മനുഷ്യന് ജീവിതം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അതിന് അല്ലാഹു തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പഠിപ്പിച്ചാൽ മതിയാകൂല. അതിനെ പഠിപ്പിക്കേണ്ട അധ്യാപകന്മാർ പഠിപ്പിക്കണം. അവരാണെങ്കിലോ പഠനത്തിന്റെ വിഷയത്തിൽ സമ്പൂർണ്ണ നല്ല പക്വതയുള്ള ആളുകളായിരിക്കണം. അവരെ കുറിച്ച് ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി. അല്ലാഹു തആല നമുക്ക് ചെയ്ത റഹ്മത്ത് എടുത്തു പറയുകയാണ്. ഒന്നും അറിയാത്ത മനുഷ്യരിലേക്ക് അല്ലാഹു തആല അവരിൽപ്പെട്ട ഒരു ദൂതനെ അല്ലാഹു നിയോഗിച്ചു തന്നു. എന്തിനാണ്? അവർക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, വിജ്ഞാനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ. ഈ ലോകത്ത് മനുഷ്യൻ ഒറ്റക്കുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അവന്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവന്റെ കുടുംബത്തോട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അവന്റെ ജീവിതത്തിലെ രാഷ്ട്രീയങ്ങൾ എങ്ങനെയാണ് വേണ്ടത്? അവന്റെ ജീവിതത്തിലെ നിസ്കാരങ്ങൾ എങ്ങനെയാണ് വേണ്ടത്? ഓരോന്നും ഇവിടെയുള്ള മനുഷ്യന്മാരെ കൂട്ടത്തിൽ തന്നെ അല്ലാഹു തആല ചില പ്രത്യേക മനുഷ്യന്മാരെ തെരഞ്ഞെടുക്കുകയും അവരിലൂടെ മനുഷ്യന്മാർക്ക് ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ കാരുണ്യമാണത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇടയ്ക്കിടെ ബുദ്ധിയുള്ള മനുഷ്യനെ വിളിച്ചു ചോദിക്കാറുള്ളത്. ഫിൽ അർളി ആയാതുൽ ലിൽ മുഖിനീൻ. ഓ മനുഷ്യ, നീ ജീവിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, ഉറപ്പിക്കുന്ന ആളുകൾക്ക് ഇതിൽ വല്ലാത്ത ദൃഷ്ടാന്തങ്ങളുണ്ട്. പടച്ച റബ്ബിനെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ വല്ലാത്ത ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകത്തിലെയുള്ള പകലും രാത്രികളെ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. എല്ലാ ദിവസവും കാണാറുള്ള സൂര്യനില്ലേ, അതിനെയൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഇവിടെയുള്ള വായുകളില്ലേ, അതിനെയൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഈ സൂര്യൻ അത് നിൽക്കേണ്ട സ്ഥലത്തിൽ തന്നെ നിൽക്കണ്ടേ മോമിനിങ്ങളെ? അത് 13 കിലോമീറ്റർ അങ്ങോട്ട് പോയാലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാലോ സുബ്ഹാന ജല്ല ജലാലുഹു 13 മൈൽ അങ്ങോട്ട് പോയാൽ പിന്നെ ഭൂമി ആകെ മഞ്ഞുകളെ കൊണ്ട് നിറഞ്ഞു പോകും.
13 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാലോ സുബ്ഹാനല്ലാഹ് ഭൂമിയുടെ പല ഭാഗവും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും. അതേ സമയത്ത് അല്ലാഹു തആല ഈ ഭൂമി അങ്ങനെയൊന്നും ചെയ്യാതെ സൂര്യനെ നിർത്തേണ്ട സ്ഥലത്തിൽ തന്നെ നിർത്തി ഈ ഭൂമിയെ ഇങ്ങനെ അല്ലാഹു തആല ചലിപ്പിക്കുകയാണ്. ഏതുപോലെ ഞങ്ങൾ പലപ്പോഴും കടയിൽ പോയാൽ കാണാറില്ലേ, റെസ്റ്റോറന്റുകളിൽ പോയാൽ കാണാറില്ലേ, ഗ്രില്ല് കോഴികൾ ഇങ്ങനെ തിരിയാറുണ്ട്. ഒരു സ്ഥലത്ത് അതിനെ ബാക്കി വെച്ചാൽ കത്തിക്കരിഞ്ഞു പോകും, ആ സ്ഥലം കരിഞ്ഞു പോകും, തിന്നാൻ പറ്റില്ല. ഇതുപോലെയാണ് ഈ ലോകത്തിന് എല്ലാ ദിവസവും അല്ലാഹു തആല ചുറ്റിപ്പിക്കുന്നു, തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു സ്ഥലത്ത് മാത്രം സൂര്യന്റെ വിളക്ക് വീണാൽ അവിടെ നാശങ്ങൾ സംഭവിക്കും. ഇനി വീഴാതിരുന്നാലോ അവിടെയും നാശങ്ങൾ സംഭവിക്കും. മനുഷ്യന് രാത്രി മാത്രമായാലോ ആ രാത്രിയോടെ കൂരിരുട്ടിൽ മനുഷ്യൻ ഇങ്ങനെ ജീവിതം കഴിച്ച് തിന്നാൻ ആഹാരമില്ലാതെ മനുഷ്യൻ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. വിളക്ക് മാത്രമായാലോ മനുഷ്യന് ക്ഷീണം തീർക്കാനുള്ള സമയങ്ങളില്ലാതെ മനുഷ്യൻ ക്ഷീണിച്ച് മരിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്, അല്ലാഹു തആല ഉണ്ടെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഭൂമി ലോകം. വൽ അർള വദഅഹാ ലിൽ അനാം, മനുഷ്യർക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യൻ, ഈ മനുഷ്യന് വേണ്ടി അല്ലാഹു തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു. ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളെയും ആസൂത്രിതമായി അല്ലാഹു തആല നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള വായു സുബ്ഹാനല്ലാഹ്, ഇതിൽ അതേ ഓക്സിജൻ ഉണ്ട്, സുബ്ഹാനല്ലാഹ്, ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രോജൻ ഉണ്ട്. ഈ നൈട്രോജനും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും കൂടിയിട്ടുള്ള വായുമണ്ഡലമാണ് ഈ ഭൂമിയിലേക്കുള്ളത്. അതാണെങ്കിലോ സുബ്ഹാനല്ലാഹ് മനുഷ്യന് ശ്വസിക്കാനുള്ള ശുദ്ധമായ വായു അത് നൽകുന്നുണ്ട്. അതിൽ ഓക്സിജനാണ് കാരണം. സുബ്ഹാനല്ലാഹ് മനുഷ്യൻ പുറത്തുവിട്ട വായുകളോ അതിനെ സ്വീകരിക്കാൻ ഇവിടെ മരങ്ങൾ അല്ലാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ സ്വീകരിക്കാൻ വിഷജന്തുക്കൾ അല്ലാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ അല്ലാഹു ഈ ലോകത്തിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവനാരാണ്? ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി നടക്കുന്ന സംഗതികളാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഷർട്ടിലുള്ള ഒരു ബട്ടൺ ഇല്ലേ, ഈ ബട്ടണിന്റെ പിന്നാലെ ഞങ്ങളൊരു മനുഷ്യനെ തേടിയെത്താറില്ലേ? ആ ബട്ടണിൽ കോർത്തിട്ടതായ നൂലുകളില്ലേ മുഅ്മിനീങ്ങളെ, ആ നൂലുകൾ ഉണ്ടാക്കിയ കമ്പനികളെ ഞങ്ങൾ തെരഞ്ഞു നടക്കാറില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തിനു പറയണം, കാലിലേക്ക് ധരിക്കുന്ന ചെരുപ്പുകളില്ലേ, ആ ചെരുപ്പിന്റെ പിന്നാലെ ഒരു കമ്പനിയെ തേടി നടക്കാറില്ലേ ഞങ്ങളൊക്കെ? ഇതൊക്കെ എന്തിന്റെ സൂചനയാണ്? ചെറിയ ചെറിയ വിഷയങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഒരു ഫാക്ടറിയെ തേടി നടക്കുമ്പോൾ, മറ്റൊരു മനുഷ്യനെ തേടി നടക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ഇത്രയും വലിയ പ്രതിഭാസങ്ങൾ, ഇതിന്റെ പിന്നാലെ ഒരു ശക്തിയുമില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് വിഡ്ഢി എന്നല്ലേ പറയേണ്ടത്? ആ മനുഷ്യനെ കുറിച്ച് ബുദ്ധിയില്ലാത്ത ആള് എന്നല്ലേ പറയേണ്ടത്? യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഇവിടെ നടക്കുന്ന ഓരോ സംഗതികളുടെയും പിന്നാലെ ഒരു പവറിനെ കണ്ടെത്താറുണ്ട്, ഒരു ശക്തിയെ കണ്ടെത്താറുണ്ട്. ആ ശക്തിയെ കുറിച്ചാണ് ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണം അല്ലാഹു തആല അവനല്ലാതെ ഒരു ഇലാഹും ഇവിടെയില്ല. അല്ലാഹു ഒറ്റയാളാണ്, വാഹിദാണ്, സമദാണ്. അവനെ നിരാശ്രിതനാണ്. എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കുന്നത്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവനിക്കിവിടെ ആരും ജനനം നൽകിയിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമാകുന്ന ഒന്നുമില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ആ ആളുടെ പേരാണ്, ആ ശക്തിയുടെ പേരാണ് അല്ലാഹ്. ഈ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃത്തലങ്ങളിൽ അത് ദൃഢമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള മനുഷ്യന് മുസീബത്തുകൾ വിഷയമല്ല, പ്രശ്നങ്ങൾ വിഷയമല്ല, സങ്കടങ്ങൾ വിഷയമല്ല.
കാരണം അല്ലാഹു നിശ്ചയിച്ചത് മാത്രമേ നടക്കുള്ളൂ എന്ന വിശ്വാസം വന്നുപോയി. പടച്ച റബ്ബ് തീർമാനിച്ചത് മാത്രമേ നടക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും ഇന്ന് അനുഭവിക്കുന്നത് പണ്ട് അല്ലാഹു തീർമാനിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ലീസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കിട്ടിയിരുന്നുവെങ്കിലോ എല്ലാത്തിനെയും കാത്തു ഞങ്ങൾ നിൽക്കുമായിരുന്നു. പടച്ച റബ്ബ് റഹ്മാനാണ്, റഹീമാണ്. അതുകൊണ്ട് ആ ലീസ്റ്റ് നമ്മുടെ കയ്യിൽ തന്നില്ല. തീരുമാനങ്ങൾ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞത്, അൽ മുഅ്മിനു കസീറുൽ ആലാമി ഫീ ബദനിഹി ഔ അഹ്ലിഹി ഔ മാലിഹി. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ വല്ലാത്ത വേദനകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ വല്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഔ മാലിഹി, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ സമ്പത്തിൽ വല്ലാത്ത ദാരിദ്ര്യം വന്നു പോയിട്ടുണ്ട്. ഉള്ള സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വദാലിക മുകഫിറുൽ ലിസയ്യിആതിഹി വറാഫിഉൽ ലിദറജാതിഹി. ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അവന്റെ സ്ഥാനങ്ങൾ വർദ്ധിക്കാനും സുബ്ഹാനല്ലാഹ് അവന്റെ തെറ്റുകളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ അവനിക്ക് വന്ന മുസീബത്തുകൾ മതി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാലിന് മുള്ള് തറക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അതിനും പ്രതിഫലമുണ്ട്. ഒരു മനുഷ്യൻ പണിച്ചാലോ 1 കൊല്ലത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൽക്കട്ട എന്ന് പറയുന്ന പ്രദേശം ഒരു ദുരന്തത്തിലേക്ക് അടുത്ത കാലം സാക്ഷിയായ നാടാണ്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. ആ മരിച്ചുപോയ മക്കൾക്ക്, ആ മരിച്ചുപോയ ഉമ്മക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അവരുടെ ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ട്രീറ്റ്മെന്റിൽ കഴിയുന്ന ആ മോൾക്ക് നീ പെട്ടെന്നുള്ള ആജിലായ ശിഫാ നീ നൽകണേ റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, തളരാനുള്ളതല്ല ഈ ലോകം, ഇത് അവസാനിച്ചു പോകാനുള്ളതാണ്. ഇന്നലകളിൽ അവർ കഴിഞ്ഞുപോയി, ഇന്ന് മറ്റുള്ളവർ കഴിഞ്ഞുപോയി. നാളുകൾ നമുക്കുള്ളതാണെന്ന ബോധം എപ്പോഴും നമുക്ക് വേണം. അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽ അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽ പൊരുത്തപ്പെടാനുള്ള ഈമാൻ നമുക്ക് കിട്ടണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പടച്ച റബ്ബേ, നമ്മയൊക്കെ നീ ആ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ഈ ലോകത്തെ ഏറ്റവും വലിയ മുസീബത്ത് അനുഭവിച്ചവരാരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ മുസീബത്തുകൾ അനുഭവിച്ചത് ആരാണ്? വലിയ പണക്കാരാണോ? വലിയ തമ്പുരാക്കന്മാരാണോ? വലിയ രാജാക്കന്മാരാണോ? അല്ല. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബലാകൾ അനുഭവിച്ചത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അശദ്ദുന്നാസി ബലാൻ അൽ അംബിയാ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത അംബിയാക്കന്മാരാണ്. പിന്നെയോ സുമ്മല്ലം സലു, പിന്നെ അംബിയായിനോട് തുലനമായി വരുന്നവരുടെ അനുയായികളാണ്, സ്വഹാബത്താണ്, താബിഈങ്ങളാണ്, ഔലിയാക്കളാണ്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബലായിന് സാക്ഷിയായവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. ചെറിയ പ്രായത്ത് തന്നെ ജനിക്കുമ്പോൾ ഉപ്പയില്ല, നഷ്ടപ്പെട്ടു. ഉമ്മ 4-ാം വയസ്സിൽ നഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, താങ്ങും തണലുമായിരുന്ന അതേ അബ്ദുൽ മുത്തലിബ് നഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, പിന്നീട് നഷ്ടപ്പെടുന്നതോ എന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, എല്ലാ കാലത്തും എനിക്ക് താങ്ങും തണലുമായിരുന്ന സ്വന്തം ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ നഷ്ടപ്പെട്ടു. ഖദീജ ബീവിയിലൂടെ ഉണ്ടായിരുന്ന 7 മക്കൾ, ഫാത്തിമ ബീവി വഹിച്ചുള്ള ബാക്കിയുള്ള എല്ലാ മക്കളും മരണപ്പെട്ടു പോയി. സ്വന്തം കൈകൊണ്ട് മരമാടേണ്ട അവസ്ഥ വന്നുപോയി. ലോകത്ത് വല്ലാത്ത ദാരിദ്ര്യം നബി തങ്ങൾ അനുഭവിച്ചു. കേൾക്കാത്ത ചീത്ത വിളികൾ നബി തങ്ങൾ കേൾക്കേണ്ടി വന്നു. ഇതുപോലെ ലോകത്ത് പരീക്ഷണം അനുഭവിച്ചൊരു മനുഷ്യൻ മറ്റൊരാളുണ്ടോ? അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് എപ്പോഴും പഠിപ്പിക്കാറുള്ളത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു മാതൃകയുണ്ട്.
പണക്കാരനുണ്ട് മാതൃക, പൊളിറ്റീഷ്യനുണ്ട് മാതൃക, ദാരിദ്ര്യം പിടിച്ച് അതേ കഷ്ടപ്പെടുന്ന ആളുകൾക്കുണ്ട് മാതൃക, കുടുംബക്കാരൊക്കെ മരണപ്പെട്ടു പോയി വിഷമത്തിൽ കിടക്കുന്ന ആളുകൾക്കുണ്ട് മാതൃക, കുടുംബനാഥനുണ്ട് മാതൃക, മക്കൾക്കുണ്ട് മാതൃക. ഈ ലോകത്തുള്ള സകല മനുഷ്യന്മാർക്കും മാതൃകാ പുരുഷനായി എക്കാലത്തും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നബി തങ്ങൾ നമ്മോട് പറയുന്നത്, ഒരു മുഅ്മിന്റെ കാലിന് മുള്ളു തറച്ചാലോ അതിനുമുണ്ട് മാപ്പ്, ദോഷങ്ങൾ പുറത്തു കൊടുക്കൽ. പനി പിടിച്ചാലോ ഒരു കൊല്ലത്തിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ഏതുവരെ നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ഒരു കൊല്ലം മുഴുവനായി പനി വരുന്നില്ല, ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോലും പനി വരുന്നില്ല എങ്കിൽ അവന്റെ ഈമാനിനെ കുറിച്ച് സംശയിക്കണം, അവനിൽ നിഫാഖ് കൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. കാപട്യമുള്ള ആളുകൾക്ക് രോഗം വരൂല, മുസീബത്തുകൾ വരൂല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? ഒരു പനി വരിക എന്നുള്ളത് മുഅ്മിനിന്റെ അടയാളമായി ഈ ലോകത്ത് പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് കിട്ടിയ നിഅമത്തുകൾ എന്തൊക്കെയുണ്ടോ ആ നിഅമത്ത് കൊണ്ട് ആഖിറം കരസ്ഥമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. പരിശുദ്ധമായ ഖുർആൻ നമ്മോടത് പഠിപ്പിക്കുന്നുണ്ട്. അബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിങ്ങൾക്ക് കിട്ടിയ എന്തൊക്കെയുണ്ടോ ആ കിട്ടിയത് കൊണ്ട് ആഖിറം പ്രതീക്ഷിക്കൂ. മുസീബത്തുകളാണോ കിട്ടിയത്, ആ മുസീബത്തുകളെ കൊണ്ട് ആഖിറം പ്രതീക്ഷിക്കൂ. കിട്ടിയത് നല്ല നിഅമത്തുകളാണോ, സമ്പത്തുകളാണോ എങ്കിൽ അതുകൊണ്ട് ആഖിറം പ്രതീക്ഷിച്ചോ, ആഖിറത്തിലേക്കുള്ള പണിയെടുത്തോ. അതുകൊണ്ടാണ് ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിച്ചു പറയാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഈമാനുകൾ ശക്തിപ്പെടുത്തുക. ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയാകൂല, അത് ശക്തിപ്പെടുത്താനും ഭദ്രപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. സ്വഹാബത്തുകൾ പലപ്പോഴും പറയാറില്ലേ, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സഅ. കൂടെയുള്ള സ്വഹാബത്തിനെ വിളിച്ച് പറയാറുണ്ട്, നമ്മുടെ കൂടെ നീ വന്ന് ഇരിക്കുക, നമുക്ക് ചില സമയങ്ങൾ ഈമാൻ ശക്തിപ്പെടുത്താൻ വേണ്ടി പഠിപ്പിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഹാബത്ത് ഈമാനിൽ കുറവുള്ളവരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേർക്ക് കണ്ടവരല്ലേ? എന്നിട്ട് പോലും ഇടയ്ക്കിടെ സ്വഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പഠനങ്ങൾ നടത്താറുണ്ട്. അത് ഈമാനിനെ ശക്തിപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാർ ഏത് ആളുകൾ വന്ന് ചോദിച്ചാൽ, അവർക്ക് ഈമാനുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾ വന്നാൽ അതിന് ഉത്തരം നൽകി ആ ചോദിച്ചവരെ ഈമാൻ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്താറുണ്ട്. അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു മദ്ഹബിലെ ഏറ്റവും പ്രധാനിയല്ലേ മുഅ്മിനീങ്ങളെ? ആ മഹാന്റെ അടുത്ത് ചില ആളുകൾ വന്നു, നിരീശ്വരവാദികളാണ്, യുക്തിവാദികളാണ്. അബൂ ഹനീഫ ഇമാമിനോട് വന്ന് ചോദിച്ചു, അബൂ ഹനീഫ, അല്ലാഹു ഉണ്ടെന്ന് വാദിക്കുന്ന ആളല്ലേ നിങ്ങൾ? എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ഫി അയ്യി സനത്തിൻ ഉജിദ റബ്ബുക. നിങ്ങളുടെ റബ്ബ് ഏത് തീയതിയിലാണ്, ഏത് വർഷത്തിലാണ് ഉണ്ടായതെന്ന് നമുക്ക് പറഞ്ഞു തരണം. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അല്ലാഹു മൗജൂദുൻ ഖബ്ല താരീഖി വൽ അസ്മിന ലാ അവ്വല ലിവുജൂദിഹി. പടച്ച റബ്ബിന് താരീഖ് പറയാൻ, പടച്ച റബ്ബിന് കാലം പറയാൻ എല്ലാറ്റിന്റെ മുമ്പും ഉണ്ടായവനല്ലേ അല്ലാഹ്. കാലങ്ങൾ പിന്നെയല്ലേ അവനുണ്ടാക്കിയിട്ടുണ്ടായത്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ വുജൂദിന് തുടക്കമില്ല. വന്നവർ വിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ മതിയാവൂല, നമുക്കതിന് സമാനമായ ഒരു ഉദാഹരണം പറഞ്ഞു തരണം. സുബ്ഹാനല്ലാഹ്. ചില ആളുകളുണ്ടല്ലോ, പറഞ്ഞു കൊടുത്താൽ മതിയാവൂല, അവർക്ക് മനസ്സിന് തട്ടുന്നത് പോലെ ഉള്ള ഉപമകൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാദാ ഖബ്ലൽ അർബഅ.
ഓ എന്റെ അടുത്ത് ചോദ്യമായി വന്നവരെ, നിങ്ങളോടൊന്ന് ഞാൻ ചോദിക്കട്ടെ, 4 എന്ന സംഖ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ 4ന്റെ മുമ്പ് എന്താണുള്ളത്? അവരൊക്കെ പറഞ്ഞു സലാസ, 4ന്റെ മുമ്പ് 3 അല്ലേ? എന്നിട്ട് വീണ്ടും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്കിൽ 3ന്റെ മുമ്പ് എന്താണുള്ളത്? 2 ആണ്. 2ന്റെ മുമ്പോ 1 ആണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവസാനമായി ചോദിച്ചു, എങ്കിൽ 1ന്റെ മുമ്പ് ഏതാ? അപ്പോൾ വന്ന ആളുകളൊക്കെ പറഞ്ഞു, ലാ ശൈഅ ഖബ്ല, 1ന്റെ മുമ്പ് സംഖ്യയായി പറയാൻ ഒന്നുമില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉടൻ ഉത്തരം പറഞ്ഞു, നിങ്ങൾ കണക്കാക്കുന്ന 1ഉം 2ഉം 3ഉം 4ഉം ഇതിന്റെ പിന്നോട്ട് വന്നാൽ 1ന്റെ പിന്നാലെ 1ഉം പറയാനില്ല എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എങ്കിൽ ചോദിക്കട്ടെ, ഒരു കണക്കിന്റെ നമ്പറുകൾ പറഞ്ഞപ്പോ 1ന്റെ പിന്നാലെ 1ഉമില്ല എന്ന് പറഞ്ഞ നിങ്ങൾ, ഈ ലോകം പടച്ച സൃഷ്ടിച്ച യഥാർത്ഥനായ ഓർവനില്ലേ? അവനല്ലേ അല്ലാഹ്. ഇന്നഹു ഖദീമുൻ ലാ അവ്വല ലിവുജൂദിഹി, അവൻ പണ്ടേ ഉള്ളവനാണ്, അവന്റെ വുജൂദിന് തുടക്കമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പ് ഒരാളില്ല, മുമ്പ് എന്ന് പറയാനില്ല. സുബ്ഹാനല്ലാഹ്. ഈ മറുപടി അവർക്ക് നന്നായി ദഹിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. 2ാമത്തെ ചോദ്യം വന്ന മനുഷ്യന്മാർ ചോദിച്ചു, എങ്കിൽ ഫി അയ്യി ജിഹത്തിൻ യത്തജിഹു റബ്ബുക? അബൂ ഹനീഫ, നിങ്ങൾ പറയുന്ന റബ്ബില്ലേ, അയാൾ ഏത് ഭാഗത്തിലേക്കാണ് തിരിയാറുള്ളത്? ഏത് ഭാഗത്തിലേക്കാണ് മുന്നിട്ടിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നിങ്ങൾ ഒരു വിളക്കിന്റെ അടുത്ത് പോയിട്ടുണ്ടോ? ലൈറ്റിന്റെ അടുത്ത് പോയിട്ടുണ്ടോ? ഇരുട്ട് കൂടിയിട്ടുള്ള സ്ഥലത്തിൽ സ്ഥാപിച്ചതായ ലൈറ്റിന്റെ അടുത്ത് പോയി നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? ആ ലൈറ്റിന്റെ പ്രകാശം ഏത് ഭാഗത്തിലേക്ക് നിശ്ചിതമായി മുന്നിടുക എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? സുബ്ഹാനല്ലാഹ്. അവർ പറഞ്ഞു, നമുക്ക് നിശ്ചിതമായി പറയാൻ കഴിയില്ല. ഇരുട്ടുള്ള സ്ഥലത്തിൽ ഒരു ലൈറ്റ് സ്ഥാപിച്ചാൽ ആ ലൈറ്റ് എല്ലാ ഭാഗത്തും പറന്നെത്തും. അപ്പോഴാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയ ഈ ലൈറ്റ് എല്ലാ ഭാഗത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് കണ്ടാൽ അല്ലാഹു അവനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമെന്നാണ്. ആ പ്രകാശത്തെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തരാനാണ്? ഈ ദുനിയാവിന്റെ ഒരു വിളക്കിനെ കുറിച്ച് നിശ്ചിതമായ സ്ഥലം കാണിച്ചുകൊണ്ട് അത് ഇന്ന സ്ഥലത്തിലേക്ക് മുന്നിടുന്നെന്ന് പറയാൻ കഴിയാത്ത നിങ്ങൾ, നൂറുസ് സമാവാതി വൽ അർദ് എന്ന് അല്ലാഹു തന്നെ വിശേഷിപ്പിച്ച ആ പ്രകാശത്തെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തരാനാണ്? അപ്പോഴാണ് വീണ്ടും അവർ ചോദിക്കുന്നത്, എങ്കിൽ നിങ്ങളുടെ റബ്ബിന്റെ ദാത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. നിങ്ങളുടെ റബ്ബിന്റെ ആ ദാത്ത് അത് നല്ല ഇരുമ്പിനെ പോലെ കട്ടിയുള്ളതാണോ? അല്ല വെള്ളം പോലെ ഒഴുകി പോകുന്നതാണോ? അല്ല പുക പോലെയുള്ള ഗ്യാസ് ആണോ? അല്ല അതുപോലെയുള്ള മറ്റ് സാധനങ്ങളാണോ? അപ്പോഴാണ് അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു തിരിച്ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു രോഗിയുടെ അടുത്ത് പോയി ഇരുന്നിട്ടുണ്ടോ? അവസാനം മരിക്കാൻ കിടക്കുന്ന ഒരു രോഗി, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇരുന്നിട്ടുണ്ടോ? അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇരിക്കാറുണ്ട്, എത്രയോ രോഗികളുടെ അടുത്ത് പോയി ഇരുന്നിട്ടുണ്ട്. അപ്പോഴതാ അബൂ ഹനീഫ ചോദിച്ചു, ഹൽ കല്ലമകും ബഅദമാ അസ്കതഹുൽ മൗത്ത്, ആ മനുഷ്യനെ മരണമെന്ന ഒരു സാധനം അദ്ദേഹത്തിനെ മിണ്ടാതിരിപ്പിച്ചതിന്റെ ശേഷം നിങ്ങളടുത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? മരണം സംഭവിച്ച അയാൾ സംസാരിച്ചിട്ടുണ്ടോ? അവരൊക്കെ പറഞ്ഞില്ല, ഒരിക്കലുമില്ല. മരണത്തിന് മുമ്പ് അദ്ദേഹം സംസാരിക്കാറുണ്ട്, മരണത്തിന് ശേഷം സംസാരിക്കാറില്ല, കൈക്കാൽ അണക്കാറില്ല, ഒന്നും ശബ്ദിക്കാറില്ല.
അപ്പോഴാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തിരിച്ചോദിക്കുന്നത്, മല്ലദീ ഗയ്യറ, സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ശരീരം മണക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സംസാര ശേഷി ഇല്ലാതാക്കിയതാരാണ്? അദ്ദേഹത്തിന്റെ കൈകാലുകൾ കണക്കമില്ലാതാക്കിയത് ഏതാണ്? സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ആ വന്ന ആളുകളൊക്കെ പറയുന്നത്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയതാണ്, ആത്മാവ് പോയതാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ ചോദ്യകർത്താക്കളോട് തിരിച്ചു ചോദിച്ചു, ഈ റൂഹിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇരുമ്പിനെ പോലെ കട്ടിയാണോ അത്? വെള്ളത്തിനെ പോലെ ഒഴുകി പോകുന്നതാണോ അത്? അല്ല പുക പോലത്തെ ഗ്യാസാണോ അത്? സുബ്ഹാനല്ലാഹ്. വന്ന ആളുകളൊക്കെ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, ആ സാധനത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത്, സൃഷ്ടിയായ ഒരു റൂഹിനെ കുറിച്ച് നിങ്ങൾക്കത് എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ, ഈ ലോകത്തിനെ പടച്ചിയ പോറ്റി വളർത്തുന്ന ഏറ്റവും ഉന്നതമായ ദാത്താണ് അല്ലാഹ്. ആ അല്ലാഹുവിനെ കുറിച്ച് ഇരുമ്പിനെ പോലെയാണോ എന്ന് ചോദിച്ചാൽ, പുകയെ പോലെയാണോ എന്ന് ചോദിച്ചാൽ, വെള്ളം പോലെയാണോ എന്ന് ചോദിച്ചാൽ മറുപടി തരാൻ എന്നെ പോലത്തെ സൃഷ്ടിക്ക് കഴിയുമോ? ഒന്നാളുകൾ സമ്മതിച്ചു, അവരതാ ഉത്തരം മുട്ടി. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് സ്വീകരിച്ചു. ലോകത്ത് കഴിഞ്ഞു പോയ ആളുകൾ, അല്ലാഹുവിനെ അറിഞ്ഞ ആളുകൾ അതുപോലെ അല്ലാഹുവിന്റെ വിശ്വാസത്തിനെ ദൃഢപ്പെടുത്തി വന്നവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഒന്നാമത്തെ നിഅമത്തൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള ഈമാൻ. ഞങ്ങൾ ആരും ചോദിക്കാതെ പടച്ച റബ്ബ് നമുക്കത് തന്നു, അത് നിലനിർത്തുന്നുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം ഈമാനോടുകൂടെയുള്ള മരണം നമുക്ക് നീ തരണേ അല്ലാഹ്. ഈ ലോകത്തിന്റെ ചതികളിൽ പെടാനുള്ളവരല്ല ഞങ്ങൾ, ലോകത്തിന്റെ ആഭാസങ്ങളിൽ പെടാനുള്ളവരല്ല ഞങ്ങൾ. ലോകത്തിന്റെ ആധുനിക ചിന്തകൾ വരുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം ദീനിനെ പഠിക്കാതെ മാറ്റി നിർത്തിയാൽ സംഭവിക്കുന്നത് വലിയ അപകടമാണ്. രണ്ടാമത്തെ നിഅമത്തല്ലേ മുഅ്മിനീങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളുടെ ഉമ്മത്താകാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു തആല തന്നു. ചെറിയ ഭാഗ്യമല്ല, നാളെ ആഖിറത്തിൽ ഇത് അനുഭവിക്കാനുള്ളതാണ് നമുക്ക്. ഈ ദുനിയാവിൽ അതിന്റെ സാമ്പിളുകൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അന ഖാസിമുൻ വല്ലാഹു മുഅതി, ഈ ലോകത്തേക്ക് നൽകുന്നവൻ അല്ലാഹുവാണ്, എങ്കിൽ ആ നൽകിയ വിഷയങ്ങളെ ഓഹരി ചെയ്യുന്നവൻ ഞാനാണ്. ഈ ലോകത്തുണ്ടോ നബി തങ്ങളുടെ ഖൈറ് മുറിഞ്ഞു പോവുക? മരണപ്പെട്ടാലുണ്ടോ മുറിഞ്ഞു പോവുക? മരണം ശരീരത്തിന് മാത്രമല്ലേ, ആ നബി തങ്ങൾക്ക് യഥാർത്ഥത്തിൽ മരണമുണ്ടോ? ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നും അവിടുത്തെ ഉമ്മത്ത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. നല്ലത് ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്, കേടുകൾ കാണുമ്പോൾ ദുഃഖിക്കാറുണ്ട്, നമുക്ക് വേണ്ടി മാപ്പ് ചോദിക്കാറുമുണ്ട്. ആ നബി തങ്ങളല്ലേ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, തങ്ങളോട് ഖുർആനിൽ ആയത്ത് വന്നപ്പോൾ, അല്ലാഹു തആല ഇറക്കിയപ്പോ നബിയെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു നിങ്ങൾ. ഈ എന്റെ പേരിൽ അനുഭവിച്ച ഈ പ്രയാസങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് നൽകാൻ പോകുന്നുണ്ട് നബിയെ, അത് ആഖിറത്തിലുള്ള ഗിഫ്റ്റാണ്. അത് തന്നു കഴിഞ്ഞാൽ ഫതർളാ, തങ്ങൾ വല്ലാതെ സംതൃപ്തിയുള്ള ആളായി തീരും. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ സ്വഹാബത്തിന്റെ ചുറ്റുഭാഗത്ത് സ്വഹാബത്തിനെ മുമ്പിലിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇദൻ ലാ അർളാ വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്തിലായിരിക്കെ എനിക്ക് സമ്പൂർണമായ തൃപ്തി ഉണ്ടാകൂല.
സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൂട്ടത്തിൽ എത്ര ആളുകൾ മദീനയിലേക്ക് പോയിട്ടുണ്ട്? അവിടുത്തെ റൗള ശരീഫിന്റെ അടുത്ത് പോയിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. ആ റൗളയുടെ അതേ ആ ഭാഗം എത്തുന്നതിന് മുമ്പായി മിമ്പറിന്റെ പിൻഭാഗത്ത് എഴുതി വെച്ചത് കാണാം, ശഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. നാളെ ആഖിറത്തിൽ എന്റെ ശിഫാറസ് നൽകാൻ പോകുന്നത്, എന്റെ ശുപാർശ കിട്ടാൻ പോകുന്നത് എന്റെ ഉമ്മത്തിലെ വന്തോഷം ചെയ്ത ആളുകൾക്കാണ്. ഓ മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ പോയാലും അവിടുത്തെ റഹ്മത്ത് മുറിഞ്ഞു പോകൂല, ദുനിയാവിലോ മുറിഞ്ഞു പോയിട്ടുമില്ല. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞില്ലേ, എന്നെ മരമാടുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് മരമാടണം, പക്ഷേ ആ റൗളയുടെ മുമ്പ് എന്റെ ശരീരം കൊണ്ടുപോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ വാതിലിന്റെ അടുത്ത് നിന്നുകൊണ്ട് ചോദിക്കണം, ഒരു സമ്മതം ചോദിക്കണം. തങ്ങളുടെ ഏറ്റവും ചെറിയ അനുയായിയായ അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസ വാതിലിന്റെ അടുത്തുണ്ട്, ഞങ്ങളൊന്ന് തങ്ങളുടെ അടുത്ത് കടത്താൻ പറ്റുമോ? സമ്മതം ചോദിച്ചു മതി എന്റെ ശരീരം അവിടെ മരമാടാൻ. സ്വഹാബത്ത് അങ്ങനെ ചെയ്തില്ലേ? വാതിലിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചില്ലേ? യാ റസൂലല്ലാഹ്, ആദിഹി ജനാസത്തു അബൂബക്കർ സിദ്ദീഖ്, ഇത് സിദ്ദീഖ് തങ്ങളുടെ ജനാസയാണ് നബിയെ, തങ്ങളുടെ അടുത്ത് കിടത്താൻ പറ്റുമോ? ചോദ്യത്തിന് മറുപടി വന്നില്ലേ, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഏറ്റവും വലിയ പ്രേമിയായ സിദ്ദീഖിനെ മറ്റൊരു പ്രേമിയായ റസൂലുള്ളാഹിന്റെ അടുത്ത് പ്രവേശിപ്പിച്ചോ? ഇതുപോലെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജവാബ് പറയാൻ സാധാരണ മരിച്ചുപോയ ആളുകൾക്ക് സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ മഹാമനുഷ്യൻ അത് സാധിച്ചു. അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു. പടച്ച റബ്ബിനുണ്ടോ ഒന്നിനും കഴിവില്ലാതാവുക എന്ന്? പടച്ച റബ്ബിന് അങ്ങനെ ഒരു വിഷയമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. പിന്നീട് വന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വരുന്നത് 10-12 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഖിലാഫത്തിലേക്ക് വരുന്നത്. ആ വന്ന് സുബ്ഹാനല്ലാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ ചില അക്രമികളായ ആളുകൾ വധിക്കാൻ നോക്കിയപ്പോൾ അന്നത്തെ ആ ദിവസം സുബ്ഹാനല്ലാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ സുബഹി നേരം വെളുക്കുന്നതിന് മുമ്പായി നബി തങ്ങൾ കണ്ട് സംസാരിച്ചില്ലേ, ഉസ്മാനെ, ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ വധിക്കാൻ വരുന്നവരെ തിരിച്ചടിക്കാൻ പടച്ച റബ്ബുണ്ട്, നിങ്ങൾക്കത് വേണോ? അല്ല, നമ്മുടെ കൂടെ നാളെ നോമ്പ് തുറക്കുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓപ്ഷൻ സെലക്ട് ചെയ്തത് രണ്ടാമതായി പോയി. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പിറ്റേന്ന് മരിച്ചു വീണു. പിറ്റേന്നതേ മുമ്പത്തെ ദിവസം നബി തങ്ങളുടെ സഹായം ഉസ്മാൻ ഇബ്നു അഫ്ഫാന് ലഭിച്ചിട്ടുണ്ട്, കഴിഞ്ഞു പോയ മഹാന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ വഫാത്തായതിന്റെ ശേഷം എത്രയോ കാലം കഴിഞ്ഞ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, മുത്തബിഉസ് സുന്ന എന്ന് പേര് കേട്ട മഹാനാണ്. നബി തങ്ങൾ ചെയ്ത ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ വർജിക്കാത്ത മഹാനാണ്. നബി തങ്ങൾ ഇരിക്കുന്ന എല്ലാ സ്ഥലത്തും പോയി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇരിക്കാറുണ്ട്. നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നബി തങ്ങൾ കുളിക്കുന്ന സ്ഥലം, നബി തങ്ങൾ ഇരുന്ന സ്ഥലം, നബി തങ്ങൾ കിടന്ന സ്ഥലം, നബി തങ്ങൾ കറങ്ങിയ സ്ഥലം, ഒരു സ്ഥലവും വിടാതെ ഓരോ സ്ഥലങ്ങളിൽ പോയി നബി തങ്ങൾ ഇരുന്നത് പോലെ, കിടന്നത് പോലെ, കറങ്ങിയതുപോലെ കറങ്ങുന്ന ഇരിക്കുന്ന ഒരു നേതാവാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മുത്തബിഉസ് സുന്ന. കാലിൽ വല്ലാത്ത വേദന ഉണ്ടായപ്പോ കൂടെയുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞില്ലേ, ഓ അബ്ദുല്ലാഹ്, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ ഒന്ന് സ്മരിക്കൂ, വിളിക്കൂ. അപ്പോഴാണ്
മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒറ്റ വിളി വിളിക്കുന്നത് യാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിക്കലോട് കൂടെ അവിടത്തെ വല്ലാത്ത കാൽവേദനം ശമനമായി പോയി. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ കാല സർവമഹാന്മാരും അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് സഹായം ചോദിച്ച് ഖസീദത്തുൻ നുഅ്മാനിയ എഴുതില്ലേ? അബൂ ഹനീഫയെ തവസ്സുൽ ചെയ്തുകൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചില്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ നബി തങ്ങളോട് തേടിയില്ലേ? നബി തങ്ങളോട് തേടുന്നത് ശിർക്കാണെന്നും തേടാൻ പാടില്ല എന്നും ഇത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ മുമ്പ് വന്ന വാദമല്ലേ മുഅ്മിനീങ്ങളെ? ഇസ്ലാമിന്റെ പാരമ്പര്യത്തിനെതിരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ-നിഅമത്തുൽ ഉളുമാ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഏറ്റവും വലിയ അനുഗ്രഹമായി നിൽക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിഅമത്തിന് പകരം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അൽഹംദുലില്ലാഹ്, നമ്മുടെ 25ാം സ്വലാത്ത് വാർഷികോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, ഏത് മുസ്ലിം ഉണ്ടോ നബി തങ്ങളുടെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആള് ഇല്ലാ നവ്വറല്ലാഹു ഖൽബാ, അവന്റെ ഹൃദയത്തിന് അല്ലാഹു നൂറ് കൊടുക്കും, പ്രകാശം കൊടുക്കും. വഗഫറ ദംബാ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വശറഹ സ്വദ്റാ, അവന്റെ മനസ്സിന് വല്ലാത്ത വിശാലത അല്ലാഹു കൊടുക്കും. അതേ വയസ്സറ അംറാ, അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ദുനിയാവിന്റെ കാര്യമുണ്ടോ? സ്വലാത്ത് പറഞ്ഞാൽ എളുപ്പമാകും. ഹൃദയത്തിൽ വല്ലാത്ത കുടുസുകളുണ്ടോ, വിഷമങ്ങളുണ്ടോ, ടെൻഷനുകളുണ്ടോ? ആരാണ് ഏറ്റവും നല്ല മരുന്ന്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതുവരെ മഹാന്മാർ പറഞ്ഞു, നബി തങ്ങൾ അടുത്ത് പോയി, അവിടത്തെ ഖബറിന്റെ അടുത്ത് പോയി ഒന്ന് ശബ്ദം ഉച്ചത്തിലായി യാ റസൂലല്ലാഹ് എന്ന് വല്ലാത്ത ശബ്ദത്തിൽ വിളിക്കാൻ പറ്റുമോ? വല്ലാത്ത ശബ്ദമിട്ട് സംസാരിക്കാൻ പറ്റുമോ? നബി തങ്ങളുടെ ഹയാത്ത് കാലത്തിൽ അത് പറ്റില്ല എന്ന് കണ്ടാൽ അവിടത്തെ മരണശേഷവും പറ്റൂല. കാരണം ആ ബഹുമാനം മരിക്കുന്ന കാലത്തും അതേ ഹയാത്തുള്ള കാലത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി തങ്ങളോടുള്ള ബഹുമാനം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരൽപ്പ പോലും കുറഞ്ഞു പോകാൻ പാടില്ല. അഹ്മദുൽ ജുർജാനി റഹ്മഹുല്ലാഹ് വലിയ മഹാനല്ലേ മുഅ്മിനീങ്ങളെ, മരിച്ചു കഴിഞ്ഞപ്പോ സ്വപ്നത്തിൽ കണ്ടു. അതാ കണ്ട ആള് ചോദിച്ചു, മാഫഅലല്ലാഹു ബികാ, ഓ അഹ്മദുൽ ജുർജാനി, പടച്ച റബ്ബ് നിങ്ങളെ കൊണ്ട് എന്തു ചെയ്തു? ആ മഹാൻ പറഞ്ഞു, ഗഫറലി ബികസറതി കുതുബിൽ ഹദീസ, എനിക്ക് അല്ലാഹു തആല പുറത്തു തന്നു. ഒരു കാരണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ വല്ലാതെ ഏതുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കാരണമോ, വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേരിൽ വല്ലാത്ത സ്വലാത്ത് പറയുന്ന ആളാണ് ഞാൻ. അത് കാരണം അല്ലാഹു എനിക്ക് പുറത്തു തന്നു. മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ ഗുണങ്ങൾ ചെറുതല്ല. ദലായിലുൽ ഖൈറാത്തിന്റെ ശറഹ് ഒന്ന് എടുത്തു നോക്കൂ. ഒരു സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഗുണം 40ലേറെ ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്താണ്? ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരും, മാപ്പ് തരും. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ഗുണമോ, ജീവിതത്തിൽ നന്മകൾക്കുള്ള ഭാഗ്യം അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. മൂന്നാമത്തെ ഗുണമോ, ചെയ്യുന്ന ബിസിനസ്സുകളിൽ അല്ലാഹു ബറക്കത്ത് നൽകും. നാലാമത്തെ ഗുണമോ, വീട്ടിലും കുടുംബത്തിലും വല്ലാത്ത സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങൾ അല്ലാഹു ഉണ്ടാക്കി തരും. അഞ്ചാമത്തെ ഗുണമോ, നമ്മുടെ മക്കൾ നാം അറിയാതെ പടച്ച റബ്ബ് നമുക്ക് നന്നാക്കി തരും.
ഓ മുഅ്മിനീങ്ങളെ, കടങ്ങളുണ്ടോ? തീരാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ തഫ്സീരിൽ ഇമാമുൽ മാവർദി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചു തരുന്നുണ്ട്. വന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളുമായി വല്ലാത്ത ബന്ധമുള്ള ആളാണ്. ചെറിയ ബന്ധമൊന്നുമല്ല. നമ്മുടെ ശരീരത്തിനോട് നമുക്ക് എത്രമാത്രം ബന്ധമുണ്ടോ ആ ബന്ധമല്ല നബിതങ്ങൾക്കുള്ളത്. അതിനേക്കാളപ്പുറമാണ് നബിതങ്ങൾ നാമുമായി ബന്ധപ്പെടുന്നത്. അതല്ല ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തന്നത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രയാസമായി കാണുന്നത് നബിതങ്ങളാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധികൾ ഉണ്ടാകുമ്പോഴോ നബിതങ്ങൾക്ക് വല്ലാത്ത താല്പര്യമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വല്ലാത്ത അനുകമ്പമാണ്, മുഅ്മിനീങ്ങളോട് വല്ലാത്ത കാരുണ്യമാണ്. നബിതങ്ങളുടെ സ്വഭാവമാണത്. അതുകൊണ്ട് ഏത് മുഅ്മിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിക്കും. ഇമാമുൽ മാവർദി റഹിമഹുല്ലാഹ് പറഞ്ഞു, നബിതങ്ങൾ മുഅ്മിനീങ്ങളുടെ ശരീരങ്ങളെക്കാൾ അവരുമായി ബന്ധപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ഏത് സങ്കടത്തിലും ഇടപെടാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നു, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, സയ്യിദ് എന്ന് കൂട്ടി പറയലാണ് സുന്നത്ത്. കാരണം സയ്യിദിന്റെ മാന അർത്ഥം എല്ലാ കഷ്ടകാലത്തും സങ്കടകാലത്തും പ്രശ്നങ്ങളുടെ കാലത്ത് മുഅ്മിനീങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ആളെന്നാണ്. അങ്ങനെ സയ്യിദ് എന്ന് കൂട്ടി വിളിക്കാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അർഹപ്പെട്ട മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്ത് നിഅമത്തുൽ ഉദ്മാ അൻ-നിഅമത്തുൽ കുബ്രാ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി എന്നുള്ളതാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, മൂന്നാമത്തെ നിഅമത്തല്ലേ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിഅമത്ത്. നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത്. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്കും സ്റ്റേജിലിരിക്കുന്ന ആലിമീങ്ങൾക്കും അല്ലാഹു തന്നൊരു നിഅമത്തുണ്ട്. ആ നിഅമത്താണ് അസ്സിഹാ, ആരോഗ്യം എന്നുള്ള നിഅമത്ത്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് വരും. ആ ബക്കറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ വരുന്നതല്ല, വെള്ളം കോരാനും വരുന്നതല്ല. ആ ബക്കറ്റില് ഈ നല്ലൊരു മജ്‌ലിസിന് വലിയ സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെയുണ്ട്. ഉമ്മമാരൊക്കെ നല്ല നിയ്യത്ത് ചെയ്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, നമ്മുടെ നിയ്യത്തുകളൊക്കെ പൂർത്തിയായി കിട്ടാൻ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി കിട്ടാൻ, സങ്കടങ്ങൾ തീർന്നു കിട്ടാൻ നല്ല നിയ്യത്താക്കിയിട്ട് ആ ബക്കറ്റിൽ നല്ല സംഖ്യകൾ ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ കവർ തരും. ആ കവർ ആരും പാഴാക്കാതെ, ഇസ്റാഫാക്കാതെ, വലിച്ചെറിയാതെ അതിൽ നല്ലൊരു സംഖ്യം, നിങ്ങളാൽ കഴിയുന്ന സംഖ്യം ഇട്ട് സഹകരിക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് പല നിഅമത്തുകൾ തന്നിട്ടുണ്ട്. ആ നിഅമത്തുകളൊക്കെ ആഖിറം സമ്പാദിക്കാനുള്ള നിഅമത്തുകളായി നമുക്ക് മാറ്റാൻ കഴിയണം. നമുക്കറിയാം, നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് ആരോഗ്യം. ഈ ആരോഗ്യം കൊണ്ട് പല ആളുകളും നരകം സമ്പാദിച്ചിട്ടുണ്ട്. മക്കയിലെ ഏറ്റവും വലിയ ആരോഗ്യവൻ ആരെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അബൂജഹലായിരുന്നു. പക്ഷെ അബൂജഹൽ തന്റെ ആരോഗ്യമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാനും ഈ ദീനിനെ ശതപ്പെടുത്താനും ഉപയോഗിച്ചതുകൊണ്ട് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുവായി മാറി. സുബ്ഹാനല്ലാഹ്, ഫിർഔനോ
ഈ ലോകത്ത് ഒറ്റ ഒരു ദിവസം ജലദോഷമോ പനിയോ പിടിക്കാത്ത ആളാണ്. ഒരു പനിയും വരാത്ത, ഒരു ജലദോഷവും പിടിക്കാത്ത ഒരു മനുഷ്യനാണ് ഫിർഔൻ. ആരോഗ്യം വല്ലാതെ ലഭിച്ചു പോയൊരു മനുഷ്യനാണ്. പക്ഷേ ആരോഗ്യം കൊണ്ട് അഹങ്കരിച്ചു. ഞാൻ തന്നെയാണ് റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ തന്നെയാണ് വലിയ റബ്ബ്, എന്നെക്കാൾ വലിയ റബ്ബില്ല എന്ന് വാദിക്കാൻ തുടങ്ങി. അതോടുകൂടെ ഫിർഔൻ അധപതിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. നമുക്ക് കിട്ടുന്ന സമ്പത്ത് അത് നമ്മുടെ നിഅമത്താണ്. ആ സമ്പത്ത് അതുകൊണ്ട് ആഖിറം സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പലപ്പോഴും തന്റെ കൂടെ നിൽക്കുന്ന ഫുഖറാഇനെ വിളിച്ചുകൊണ്ട്, ദരിദ്രന്മാരെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കാറുണ്ട്. ഇൻ ഖദർതും മഅതു സ്വദഖ, ഓ ഫുഖറാക്കളെ, നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ കഴിയുന്നത്ര നിങ്ങൾ ധർമ്മം കൊടുക്കൂ. എന്തേ കാരണം? ഇന്നഹാ തുബരിദുന്നാർ, നാളെ നരകത്തിന്റെ വേദനകൾ തട്ടാതിരിക്കാൻ, നരകത്തിന്റെ തീ തട്ടാതിരിക്കാൻ ആ സ്വതകകൾക്ക് സാധിക്കും. അതുകൊണ്ട് ഫുഖറായെ, ദരിദ്രന്മാരെ, നിങ്ങളാൽ കഴിയുന്ന ധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. ആഖിറത്തിൽ നരകത്തെ തൊട്ട് രക്ഷപ്പെടാനാണത്. സമ്പത്ത് കൊണ്ട് പയച്ചു പോയവരുണ്ട്. ഖാറൂനിനെ പോലോത്ത ആളുകൾ, ഹാമാനിനെ പോലോത്ത ആളുകൾ. ഓ മുഅ്മിനീങ്ങളെ, നമുക്ക് കിട്ടിയ ആരോഗ്യമോ ഇത് സ്വർഗം സമ്പാദിക്കാനുള്ള ആരോഗ്യങ്ങളാക്കി തീർക്കണം. സ്വഹാബത്തിനെ കണ്ടില്ലേ? വജാദൂ ബിഅംവാലിൻ വബഅൂ നുഫൂസഹും, എല്ലാ ശരീരങ്ങളെയും വിറ്റു, എല്ലാ സമ്പത്തുകളെയും വിറ്റു, ശരീരങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്തു. അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ് സ്വഹാബത്ത്. നിങ്ങൾ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, എല്ലാ സമ്പത്തും കൊടുത്തു. ചിലപ്പോൾ നബി തങ്ങൾ പറയും, ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോയി എനിക്ക് എന്റെ പരിശുദ്ധമായ ഇസ്ലാം ദീനിന് എന്തെങ്കിലും സഹായങ്ങൾ നൽകണം. ഇത് സ്വഹാബത്തിനെ സംരക്ഷിക്കാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും വീട്ടിൽ പോയി തിരിച്ചു വരാറുള്ളത് ചെറിയ സഞ്ചിയുമായിട്ടാണ്. അതേ സമയത്ത് ചില സ്വഹാബത്തോ വലിയ വലിയ ഭാണ്ഡങ്ങളുമായി നബി തങ്ങൾ എടുത്തു വരാറുണ്ട്. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശംസിക്കാറുള്ളത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയാണ്. എന്തേ കാരണം? ഒരു ചെറിയ സഞ്ചിയുമായി സ്വതക്കയുമായി വന്ന അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് മദ്ഹ് പറയാനുള്ള കാരണം, അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് അല്ലാഹും റസൂലും മാത്രമാണ്. അതേ സമയത്തിൽ വലിയ വലിയ ഭാണ്ഡങ്ങളുമായി വന്ന സ്വഹാബത്തോ അവരുടെ വീട്ടിൽ പിന്നെയും 10 ഭാണ്ഡങ്ങൾ ബാക്കിയുണ്ട്, അവരുടെ വീട്ടിൽ പിന്നെയും 3 ഇരട്ടി ബാക്കിയുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ പലപ്പോഴും പ്രശംസിക്കാറുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നൊരാൾ ഇസ്ലാം ദീനിന് വേണ്ടി 100 കോടി ചെലവഴിച്ചു, 200 കോടി ചെലവഴിച്ചു എന്ന് കണ്ടാൽ പണ്ട് കാലത്ത് സ്വഹാബത്ത് ചെലവഴിച്ച ഒരു ദീനാരിനത് വരൂല. കാരണം സ്വഹാബത്ത് പണ്ട് ചെലവഴിച്ചത് സ്വന്തം ഒന്നും ബാക്കി വെക്കാതെയാണ്. അതേ സമയത്ത് ഇന്ന് 100 കോടിയോ 10 കോടിയോ അത് ചെലവഴിക്കുന്നതോ പിന്നൊരു 100 കോടി ബാക്കി വെച്ചുകൊണ്ടാണ്, പിന്നൊരു 10 കോടി ബാക്കി വെച്ചുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ധർമ്മം കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ നബി തങ്ങൾ അതേ പറഞ്ഞില്ലേ, മാ നഫഅ മാലു അബീബക്കർ റളിയല്ലാഹു അൻഹു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് അബൂബക്കർ സിദ്ദീഖിന്റെ സമ്പത്താണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫബകാ ബുകാഅൻ ശദീദാ, അബൂബക്കർ സിദ്ദീഖ് പൊട്ടിക്കരയാൻ തുടങ്ങി. നബി തങ്ങൾ ചോദിച്ചെന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് കരയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ മാൽ എന്ന് പറയാൻ, അബൂബക്കറിന്റെ സമ്പത്താണെന്ന് പറയാൻ എനിക്ക് സമ്പത്തുണ്ട് നബിയേ. എന്റെതെല്ലാം തങ്ങൾക്ക് തന്നു കഴിഞ്ഞില്ലേ, എന്റെതെന്തുമുണ്ടെങ്കിൽ അത് തങ്ങളുടേതാണ്.
അബൂബക്കറിന് ഒരു പ്രത്യേകമായ സമ്പത്തില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് കിട്ടിയ നിഅമത്തുകളെ കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയണം. പരിശുദ്ധമായ ദീനിനെ സന്തോഷിപ്പിക്കാൻ കഴിയണം. മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പുഞ്ചിരി സുന്നത്താക്കിയത്, അതുകൊണ്ടല്ലേ അത്തറുകൾ സുന്നത്താക്കിയത്, അതുകൊണ്ടല്ലേ അൽ കലിമത്തു ത്വയ്യിബ സ്വദഖ, ഒരു മുഅ്മിനെ കാണുമ്പോൾ നല്ല വാക്ക് സംസാരിക്കുന്നത് സ്വദഖയാക്കിയത്, നല്ല കാര്യമാക്കിയത്, പുണ്യമുള്ള കാര്യമാക്കിയത്. എന്തിനു പറയണം? റമദാൻ കാലത്ത് ഒരാൾ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടാലോ അതിന്റെ പേരിൽ കഫാറത്ത് കൊടുക്കണ്ടേ മുഅ്മിനീങ്ങളെ? എത്രയാണ് അതിന്റെ കഫാറത്ത്? 60 ദിവസം നോമ്പ് നോക്കണ്ടേ? തുടർച്ചയായി നോക്കണ്ടേ? കഴിഞ്ഞില്ലെങ്കിലോ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഇവന്റെ ഭാര്യയുമായി റമദാനിന്റെ പകല് കാലത്ത് ബന്ധപ്പെട്ട കാരണം കൊണ്ട് 60 മിസ്കീന് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് വല്ല അർത്ഥവുമുണ്ടോ മുഅ്മിനീങ്ങളെ? ഉണ്ട്. എന്താണ് അർത്ഥം? 60 മിസ്കീനുമാരെ അവരുടെ വയറ് നിറക്കുമ്പോൾ, അവരുടെ പട്ടിണി തീർത്തു കൊടുക്കുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, അവിടെ അല്ലാഹുവിന് വലിയ സന്തോഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് റമദാൻ കാലത്ത് പടച്ചറബ് പൊരുത്തപ്പെടാത്ത, അല്ലാഹു ദേഷ്യപ്പെടുന്ന പണിയെടുത്ത് നീ ആ ദേശം തണുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ദരിദ്രന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലുള്ള തന്റെ സപ്പോർട്ടേഴ്സുമാരെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പിന്നെയും മക്കയുടെ വിഷയം സംസാരിച്ചില്ല. തിരിച്ചടിക്കാമെന്ന് പറഞ്ഞില്ല, പക തീർക്കാമെന്ന് പറഞ്ഞില്ല. അതിന്റെ പകരം നബി തങ്ങൾ മദീനയുടെ നിവാസികളോട് ആദ്യമായി പറഞ്ഞത് അഫ്ശുസ്സലാമ ബൈനക്കും, ഓ മുഅ്മിനീങ്ങളെ, പരസ്പരം സലാമ നിങ്ങൾ വ്യാപിച്ചോ, സലാമകൾ അധികരിപ്പിച്ചോ. കാരണം സലാം എന്നുള്ളത് പരസ്പരം മനുഷ്യന്റെ സ്നേഹങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമാണ്. മുസാഫഹത്ത് എന്നുള്ളത് ഒന്നുകൂടി വർദ്ധിക്കാനുള്ള കാരണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയകൾ കൊടുക്കുക എന്നുള്ളത് മനുഷ്യന്റെ സ്നേഹം പിന്നെയും പിന്നെയും വർദ്ധിക്കാനുള്ള കാരണമാണ്. പിന്നെ നബി തങ്ങൾ പറഞ്ഞില്ലേ, വാത്വഇമുത്വാം, നിങ്ങളുടെ കൂട്ടത്തിൽ പട്ടിണി കിടക്കുന്നവരുണ്ടാകാം, നിങ്ങളുടെ കൂട്ടത്തിൽ പാവങ്ങൾ ഉണ്ടാകാം, അവർക്ക് ഭക്ഷണം കൊടുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുത്ത് പലപ്പോഴും പല സ്വഹാബത്ത് വന്ന് പറയാറുണ്ട്, നബിയെ, മനസ്സിന് വല്ലാത്ത വിഷമങ്ങളുണ്ട്, മനസ്സിന് വല്ലാത്ത മാലിന്യങ്ങളുണ്ട്, പലരെയും കണ്ടാൽ ഹസദ് വരാറുണ്ട്, പലരോടും പല തെറ്റിദ്ധാരണകൾ മനസ്സിൽ വരാറുണ്ട്, നമുക്കൊന്ന് പരിഹാരം പറഞ്ഞു തരുമോ നബിയേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു ചോദിക്കുന്ന പലരോടും തിരിച്ചു പറഞ്ഞേക്കാറുണ്ട്, പാവങ്ങൾക്ക് പോയി ഭക്ഷണം നൽകുക, യതീമീങ്ങളുടെ തലകളൊന്ന് തടകി കൊടുക്കുക. പടച്ചറപ്പിന്റെ നിഅമത്തുകൾ ഓർക്കാനുള്ള കാരണമാണത്. അതിലൂടെ നിങ്ങളുടെ മനസ്സുകൾ ശുദ്ധിയാകും, മനസ്സിനുള്ള തകരാറുകൾ നീങ്ങി കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. നിർബന്ധമായ സക്കാത്ത് തന്നെ ഇസ്ലാം നടപ്പിലാക്കിയില്ലേ മുഅ്മിനീങ്ങളെ? ഒന്നുകൂടി പറയട്ടെ, പുറത്തു പോകുമ്പോൾ, ഒരു ജമാഅത്തിന് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഒരു മജ്ലിസിന് പോകുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം വായനാറ്റം വരുന്ന വസ്തുക്കൾ തിന്നാൻ പാടില്ല എന്ന ആദേശം പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. വേർത്ത് നാറുന്ന വസ്ത്രമിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? എന്തേ കാരണം? വായയിൽ ഉള്ളിയിട്ട് പോയാലോ, വെള്ളുള്ളി കഴിച്ചു പോയാലോ, അവിടെ പോയി സംസാരിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാണ്, സംസാരം കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. വിയർത്ത വസ്ത്രവുമായി പോകുമ്പോഴോ പലർക്കും അത് കാണാൻ അസഹ്യമാണ്, അതിന്റെ അടുത്ത് വരാൻ അസഹ്യമാണ്. പരിശുദ്ധമായ ഇസ്ലാം ഏതുവരെ പറഞ്ഞു? ഒരാൾ ഫുൾ കൈയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ 2 കൈകളും ഒന്നോ പറത്തി വിടണം, അല്ലെങ്കിൽ മടക്കി വെക്കണം. ഒരു കൈ മാത്രം ഇങ്ങനെ പറത്തി വെച്ചു, മറ്റൊരു കൈയോ അതിനെ ചുരുണ്ടി വെച്ചാൽ അത് പറ്റൂല. ചെരുപ്പ് ധരിക്കുമ്പോഴോ ഒരു കാലിന് മാത്രം ചെരുപ്പ് ധരിക്കുക പറ്റൂല. സുബ്ഹാനല്ലാഹ്. പാന്റ് ഇടുമ്പോഴോ ഒരു കാല് പാന്റ് മാത്രമേ ഉയർത്തി പിടിക്കുക. മറ്റൊരു കാലിന്റെ പാന്റ് ഉണ്ടല്ലോ, അതിനിങ്ങനെ നീളമാക്കി വിടുക.
പരിശുദ്ധമായ ഇസ്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കറാഹത്താണെന്ന് പഠിപ്പിച്ചു തന്ന എന്തിനാണ്? ഇത് കാണുമ്പോൾ മനുഷ്യന് അസഹ്യം തോന്നുന്നു, മനുഷ്യന്റെ മനസ്സിന് വല്ലാത്ത ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ ചെറിയ ആഘാതങ്ങളായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാകുന്ന വാസനങ്ങൾ ചെറിയ വാസനങ്ങളായിരിക്കാം. അതുപോലും പരിശുദ്ധമായ ഇസ്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, പള്ളിയിലേക്ക് പോകുമ്പോൾ വായവാസനയിലൂടെ പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം 5 വഖ്ത് വുളൂയിലും മിസ്വാക്ക് സുന്നത്താക്കിയത്. എന്തിന് പറയണം? മിസ്വാക്ക് ചെയ്തുകൊണ്ട് പോയി ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ, ഓരോ സുന്നത്ത് നിസ്കാരത്തിന്റെ മുമ്പിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, ഫർദ് നിസ്കാരത്തിന് മുമ്പിലും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. കാരണം നിന്റെ മനം ആസ്വദിക്കുന്നത് വെറും മുഅ്മിനീങ്ങൾ മാത്രമല്ല, നിന്റെ ചുണ്ടിന്റെ അരികിലൂടെ ഇരിക്കുന്ന മലായികത്തുണ്ട്. അവർ നിന്റെ ഫാത്തിഹ കേൾക്കുന്നവരാണ്, ശ്രദ്ധിക്കുന്നവരാണ്. നിന്റെ വായവാസനയോടുകൂടെ നീ ഫാത്തിഹ ഓതിയാൽ, ഖുർആൻ ഓതിയാൽ, നിന്റെ കൂടെ നിൽക്കുന്ന മലായികത്തിന് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് മുഅ്മിനീങ്ങളെ. നിസ്കാരത്തിന്റെ മുമ്പോ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് മുഅ്മിനീങ്ങളെ. എത്രമാത്രം അതിന്റെ മഹത്വം നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു. സ്വലാത്താൻ റകഅത്താൻ ബിമിസ്വാക്ക്, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റകഅത്ത് അഫ്ളലു മിൻ 70 റകഅത്തിൻ ബിഗൈരി സിവാക്ക്. 70 റകഅത്ത് മിസ്വാക്ക് ഇല്ലാതെ നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളലാണ് 2 റകഅത്ത് മിസ്വാക്കോടെ നിസ്കരിക്കല്. സുബ്ഹാനല്ലാഹ്, ഇത്രമാത്രം മഹത്വം എന്തിനു പറഞ്ഞു മുഅ്മിനീങ്ങളെ? മറ്റൊരു മുഅ്മിന് ശല്യമുണ്ടാകാതിരിക്കാൻ, മലായികത്തിന് ശല്യമുണ്ടാകാതിരിക്കാൻ ഇസ്ലാമിന്റെ ശ്രദ്ധ നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ മതത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുമ്പോൾ അദ്ദീനു അന്നസ്വിഹ, ഈ മതം എല്ലാവർക്കും നല്ലത് വിചാരിക്കുന്ന മതമാണ്, എല്ലാവർക്കും നല്ലത് വിചാരിക്കുന്ന മതമാണ്. ഒറ്റൊരാൾക്കും വേണ്ടാത്തത് ഈ മതം വിചാരിക്കൂല. എന്തിന് പറയണം? വ്യാഴയും വെള്ളിയും ചിലപ്പോൾ നഖം മുറിക്കാറില്ലേ? ഈ നഖം മുറിച്ച് എവിടെയാണ് ഇടാറുള്ളത്? പെണ്ണുങ്ങളാണെങ്കിലോ അതിനെ മറമാടൽ നിർബന്ധമല്ലേ? അന്യപുരുഷൻ കാണാനുള്ള സാധ്യതയുണ്ടെങ്കിൽ. മുഅ്മിനീങ്ങളെ ആണുങ്ങളാണെങ്കിലോ മറമാടൽ സുന്നത്താണ്. എന്തിനാണ് സുന്നത്താക്കിയത്? ഈ നഖം മുറിച്ച് ഭൂമിയുടെ മേൽഭാഗത്തിലിട്ടാൽ ആ നഖത്തിന് ചിലപ്പോൾ ഉറുമ്പുകൾ കടിച്ചു തിന്നാറുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ ജന്തുക്കൾ തിന്നാറുള്ള സാധ്യതയുണ്ട്. നഖം കഴിച്ച ജീവി ആ നഖം ശരീരത്തിൽ ജീർണിക്കാതെ ചത്തുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, നഖം മുറിക്കൽ സുന്നത്താകലോടുകൂടെ അതിനെ മറമാടലും സുന്നത്താണ്. പെണ്ണിനോ നിർബന്ധവുമാണ്. മുടിയും അതുപോലെ തന്നെയാണ് മുഅ്മിനീങ്ങളെ. അതുപോലെ ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്നില്ലേ നബിതങ്ങള്? അതുപോലെ ജീവിച്ചില്ലേ സ്വഹാബത്ത്? മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു സ്വന്തം അടിമയോട് പറഞ്ഞയച്ചു, ഒരു കുതിര വാങ്ങിക്കൊണ്ടുവരാൻ. മാർക്കറ്റിൽ പോയി കുതിര വാങ്ങിക്കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്, ഈ അടിമ നേരെ മാർക്കറ്റിൽ പോയി, ചന്തക്ക് പോയി. എന്നിട്ട് 300 ദിർഹം കൊടുത്തു. ഒരു കുതിര വാങ്ങിക്കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, ആ ജരീർ എന്ന മഹാനവരുകൾ ഈ കുതിര അടിമ കൊണ്ടുവന്നപ്പോ ഈ കുതിരയുടെ വില ചോദിച്ചു. 300 ദിർഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജരീർ റളിയല്ലാഹു അൻഹു സമാധാനമായില്ല. നേരെ ആ കുതിരയുടെ ഉടമസ്ഥന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഫറസുക ഖൈറും മിൻ 300 ദിർഹം. മോനെ, നിങ്ങൾ എനിക്ക് വിറ്റ കുതിരയില്ലേ, ആ കുതിര 300 ദിർഹമിനേക്കാൾ മെച്ചമുള്ള കുതിരയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് 400 ദിർഹമിന് ഇങ്ങോട്ട് വിൽക്കുമോ?
നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ ജീവിതത്തിന്റെ മൈഷത്തിന് വേണ്ടിയാണത്, അവരുടെ കുടുംബം പോറ്റാനാണ്. അവരുടെ മുമ്പിൽ പോയി ചർച്ച ചെയ്യലല്ല വേണ്ടത്. അവരുടെ കുടുംബം പോറ്റാൻ ഒരു 5 രൂപയേറെ പറഞ്ഞാൽ, 2 രൂപയേറെ പറഞ്ഞാൽ അതവന്റെ കുടുംബത്തിനല്ലേ എന്ന വിചാരം നമുക്ക് വേണം. അവരുടെ കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യം ഒന്ന് നോക്കൂ. മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുതിര നിങ്ങൾ വിറ്റ 300 ദിർഹമിനേക്കാൾ മെച്ചമുള്ളതാണ്, അതുകൊണ്ട് 400 ദിർഹമിന് എനിക്ക് വിൽക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു സന്തോഷത്തോടെ, എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അബാ അബ്ദില്ലാ, ജരീർ തങ്ങളെ, നിങ്ങൾക്ക് ഞാൻ 400 ദിർഹമിന് വിറ്റു. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ വീണ്ടും പറഞ്ഞു, ഫറസുക ഖൈറും മിൻ ദാലിക, 400 ദിർഹമിനേക്കാൾ മെച്ചമുണ്ട് നിങ്ങളുടെ കുതിര. സുബ്ഹാനല്ലാഹ്. 500 ദിർഹമിന് എനിക്ക് നിങ്ങൾ വിൽക്കുമോ? ഇങ്ങനെ ഏറ്റി മഹാനവറുകൾ പറഞ്ഞു 100 ഏറ്റി അവസാനം മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ കുതിരയുണ്ടല്ലോ 800 ദിർഹം മാത്രം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന കുതിരയാണ്, നിങ്ങൾ ആ വിലക്ക് എനിക്ക് വിൽക്കുമോ? ആ മനുഷ്യൻ അത്ഭുതത്തോടെ ആ കുതിര 800 ദിർഹമിന് വിറ്റു, പൈസ വാങ്ങി. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, 300 ദിർഹമിന് വിറ്റ കുതിര വീണ്ടും 100 ദിർഹമുകൾ കൂട്ടി 800 ദിർഹമുകൾ എത്തിച്ച് എന്റെ കയ്യിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ടല്ലോ, എന്തിനാണിത്? എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്. അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നത്, ഇന്നി ബായഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുമായി ഞാനൊരു കരാർ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കരാർ? അന്നുസ്ഹലി കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും നന്മ വിചാരിക്കുക എന്ന കരാറാണ്. നിങ്ങൾക്ക് ഞാൻ വല്ലാത്ത നന്മ വിചാരിച്ചു, കാരണം നിങ്ങളൊരു മുസ്ലിമാണ്. അതുകൊണ്ട് 300 ദിർഹം തന്നു വാങ്ങേണ്ട കുതിര 800 ദിർഹം തന്നു ഞാൻ വാങ്ങി. മുഅ്മിനീങ്ങളെ, ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ മഹാന്മാരായി തീർന്നത് അവരുടെ മനസ്സിന്റെ വൈശാല്യത കൊണ്ടാണ്, അവരുടെ മനസ്സിന്റെ പരിശുദ്ധി കൊണ്ടാണ്. അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു സംഭവം പറയുന്നുണ്ട്. ബഗ്ദാദിൽ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കിടന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റൊരു ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്. ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ബലഗനി അൻക ഹദീസു കസീറ അന്നാഖിലുൽ അഖ്ബാർ, കുറെ ഹദീസുകൾ പറഞ്ഞു തരുന്ന ആളുകളിൽ നിന്ന് എനിക്ക് കുറെ ഹദീസുകൾ നബിയെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നബിയെ, അതുകൊണ്ട് ഫൗരീദു അൻ അസ്മഅ മിൻക ഹദീസൻ അതശറഫു ബിഹി ഫിദ്ദുനിയാ വഅജ്അലുഹു ദുഖറൻ ലിൽ ആഖിറ. ഞാനിപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ ഒരു നേരിട്ടൊരു ഹദീസ് കേൾക്കണം. ആ ഹദീസാണെങ്കിലോ എന്റെ ദുനിയാവ് മെച്ചപ്പെടുന്ന ഹദീസായിരിക്കണം. ആ ഹദീസാണെങ്കിലോ എന്റെ ആഖിറത്തിലേക്കുള്ള വലിയ സൂക്ഷിപ്പ് സ്വത്തായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഹദീസ് നബിയെ എനിക്ക് നേരിട്ട് പറഞ്ഞു തരുമോ? എന്നിട്ട് നബി തങ്ങൾ അവിടെ അബൂ ഇസ്ഹാഖ് ശിറാസിക്ക് മറുപടി നൽകുകയാണ്, യാ ശൈഖ്. സ്വപ്നത്തിൽ വന്ന അബൂ ഇസ്ഹാഖ് ശിറാസിനെ നബി തങ്ങൾ വിളിക്കുന്നത് യാ ശൈഖ് എന്നാണ്. ഇത് വിളിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഞാനതേ നബി തങ്ങളോട് ഹദീസ് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ നബി തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നൊരു ഹദീസ് ഉണ്ട്. ഏതാണ് ഹദീസ്? മൻ അറാദ സലാമ ഫല്യത്ലുബ്ഹാ ഫീ സലാമത്തി ഗൈരിഹി. ഒരാൾ ദുനിയാവ് രക്ഷപ്പെടണോന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ, ഒരാൾ ആഖിറം രക്ഷപ്പെടണോന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ, എങ്കിൽ അദ്ദേഹം ഒരു പണി ചെയ്യട്ടെ.
ഏതാണ് ആ പണി? മുഅ്മിനീങ്ങളെ, മറ്റുള്ള മുഅ്മിൻ രക്ഷപ്പെടട്ടെ എന്ന ആഗ്രഹം അദ്ദേഹം മനസ്സിൽ വെക്കട്ടെ. മറ്റൊരു മുസ്ലിമും കൂടി രക്ഷപ്പെടണം, അവന്റെ ദുനിയാവും രക്ഷപ്പെടണം, അവന്റെ ആഖിറം കൂടി രക്ഷപ്പെടണം എന്ന് മറ്റുള്ളവരുടെ സലാമത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുറ്റത്തിരുന്നോ അങ്ങാടിയുടെ കട്ടയിലിരുന്നോ മറ്റുള്ളവരെ കമന്റ് അടിച്ചാൽ ഈമാൻ രക്ഷപ്പെടൂല. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഈ ലോകത്ത് ഏറ്റവും പെട്ടെന്ന് ഈമാൻ ഊരിപ്പോകാൻ കാരണമാകുന്ന വസ്തു ഏതാണ്? മഹാനവറുകൾ പറഞ്ഞു, ഒരടിമയെ വേദനിപ്പിക്കലാണ് ഒരു മനുഷ്യന്റെ ഈമാൻ എത്രയും പെട്ടെന്ന് ഊരിപ്പോകാൻ കാരണമാകുന്ന തെറ്റ്, കുറ്റം. നിങ്ങളെ ആലോചിച്ചു, ഒരു മനുഷ്യനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ ഈമാനിനെ ഊരിയെടുക്കുന്ന സാധനം മറ്റൊന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞകാല മഹാന്മാരിൽ പലരും, നിങ്ങൾ നോക്ക്, എത്ര വലിയ ആളാണ്. ഒരു ക്ലാസ്സിൽ ഇരുന്നാൽ ശിഷ്യന്മാരൊക്കെ പറയാറുണ്ട്, 12,000 മഷിക്കുപ്പികൾ അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ ഏതി തീർത്താൽ തീരൂല, അത്രമാത്രം വിഷയങ്ങൾ അദ്ദേഹം ക്ലാസ്സിൽ പറയാറുണ്ട്. അർശും നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ക്ലാസ് നടത്താറുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു, മൂസാ നബി അലൈഹിസ്സലാമിനെ വേദനിപ്പിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? ഈമാനില്ലാതെയുള്ള മരണം സംഭവിച്ചു പോയി. പണ്ഡിതൻ ഒരുപോലെയാണ് ആ വിഷയത്തിൽ, അല്ലാത്തവരും ഒരുപോലെയാണ്. ഒരു മനുഷ്യരെ വേദനിപ്പിച്ചാൽ ആ വേദനയുടെ ഫലം അനുഭവിച്ചേ ഇവിടുന്ന് മരിക്കുള്ളൂ. ഓഹോ, നമ്മയൊക്കെ കാക്കട്ടെ. ഗീബത്തിലെ മുഅ്മിനീങ്ങളെ, നമീമത്തിലെ മുഅ്മിനീങ്ങളെ, ഫിത്നകളിലെ മുഅ്മിനീങ്ങളെ, ഇതുപോലെ മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന സാധനമുണ്ടോ ഈ ലോകത്ത്? അതിന് കാരണമായവരാരൊക്കെയുണ്ടോ അതവരനുഭവിച്ചേ ഇവിടുന്ന് മരിക്കുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് കിട്ടിയ ആരോഗ്യമുണ്ടല്ലോ, ഈ ആരോഗ്യം കൊണ്ട് പലരെയും സന്തോഷിപ്പിക്കാൻ കഴിയണം, പലർക്കും നല്ലത് വിചാരിക്കാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആരോഗ്യം പരിശുദ്ധമായ ഇസ്ലാം പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞു പോയ മഹാന്മാർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തനായ പണ്ഡിതനല്ലേ മഹാനായ അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ പിന്നെ വലിയ സ്ഥാനമുള്ള കിതാബല്ലേ സ്വഹീഹ് മുസ്ലിം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രചിച്ചതാണ്. വലിയ മഹാനാണ്. ഒരു ദിവസം ആരോ വന്ന് ചോദിച്ചു, ഒരു ഹദീസ് ചോദിച്ചു. ഹദീസ് ചോദിച്ചപ്പോൾ കിട്ടാതായി. മഹാനവറുകൾ അതിനെ പറതാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് വന്നു. വീട്ടിലുള്ള റൂമിന്റെ വിളക്ക് കത്തിച്ചു. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ആരും എന്റെ ഈ റൂമിലേക്ക് കടന്നു വരാൻ പാടില്ല. കാരണം ഇന്ന് രാത്രി മുഴുവനും എനിക്ക് ഒരു ഹദീസ് നോക്കാറുണ്ട്. വീട്ടുകാർ വന്ന് പറഞ്ഞു, ഞങ്ങളാരും വരൂല. നിങ്ങൾക്ക് ആരോ ഒരു സഞ്ചി ഈത്തപ്പഴം ഹദിയയായി നൽകിയിട്ടുണ്ട്, നിങ്ങളിത് കൊണ്ടുപോയിക്കോ. മഹാനവറുകൾ ആ ഈത്തപ്പഴം റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ ചോദിച്ച ഹദീസിനെ ഇങ്ങനെ തേടാൻ തുടങ്ങി. ഈ ഹദീസ് ഇങ്ങനെ പറതുമ്പോൾ സഞ്ചിയിലുള്ള ഈത്തപ്പഴം ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് മഹാനവറുകൾ. സുബഹിയാകുമ്പോൾ ഒരു കൊട്ട ഉണ്ടായിരുന്ന ആ ഈത്തപ്പഴമുണ്ടല്ലോ, ഒന്നും അവിടെ ബാക്കിയായില്ല, എല്ലാം കഴിച്ചു തീർത്തു. കഴിച്ചത് അറിഞ്ഞില്ല മഹാനവറുകൾക്ക്. ആ പരതിയ ഹദീസ് സുബഹിയാകുമ്പോൾ കിട്ടിപ്പോയി. ഈ ഒരു സഞ്ചി ഈത്തപ്പഴം കഴിച്ച കാരണം കൊണ്ട് മഹാനവറുകളുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ തുടങ്ങി. ഡോക്ടർമാർ വന്ന് പറഞ്ഞു, ഇദ്ദേഹം വല്ലാതെ ഈത്തപ്പഴം കഴിച്ച കാരണം കൊണ്ട് ഇദ്ദേഹത്തിന്റെ രോഗം ശമനമാകാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ രോഗത്തിൽ തന്നെ
തന്നെ മഹാനവറുകൾ മരണപ്പെട്ടു പോയി. മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ രാത്രികൾ മുഴുവൻ ഇൽമു സമ്പാദിക്കാൻ വേണ്ടി ചെലവഴിച്ചു. അവരുടെ രാത്രികൾ മുഴുവൻ ഒരു ഹദീസ് തേടാൻ വേണ്ടി ചെലവഴിച്ചു. ആ തേടുന്നതിന്റെ ഇടയിൽ അവർ ഈത്തപ്പഴം കഴിച്ചതറിഞ്ഞില്ല. അവരുടെ ജീവിതം മറന്നുപോയി. ആഖിറം അവർ ലക്ഷ്യമാക്കി. മുഅ്മിനീങ്ങളെ, മറ്റൊരു മഹാനില്ലേ, മഹാനായ അതേ ശുജാ റളിയല്ലാഹു അൻഹു, അതേ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മഹാനവറുകൾ പറയുന്നുണ്ട്. അബൂ യൂസുഫ് ആരാണ് മുഅ്മിനീങ്ങളെ? അബൂ ഹനീഫ ഇമാമിന്റെ ഏറ്റവും വലിയ ശിഷ്യനാണ്. മഹാനവറുകൾ അബൂ യൂസുഫ് റഹിമഹുള്ളയെ കുറിച്ച് ശുജാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ മകൻ മരിച്ചുപോയി. മരിച്ചപ്പോൾ സാധാരണ ആരും ഭയപ്പെടൂലേ, ആരും വേദനിക്കൂലേ, ബേജാറാവൂലേ, വീട്ടിക്ക് ഓടിപ്പോകൂലേ? മഹാനവരുടെ ജീവിതത്തിൽ അതൊന്നും കണ്ടില്ല. ആ മകന്റെ അന്ത്യസംസ്കാരം ചെയ്യാൻ വേണ്ടി മഹാൻ പോയില്ല, മരമാടാൻ വേണ്ടിയും പോയില്ല. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഞാൻ ആ മകന്റെ കാര്യം എന്റെ അയൽവാസികൾ കേൾപ്പിച്ചു, എന്റെ അടുത്ത കുടുംബക്കാർ കേൾപ്പിച്ചു. എന്തിനാണത്? ഞാൻ എന്റെ മകന്റെ അന്ത്യസംസ്കാര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതേ എന്റെ വീട്ടിലേക്ക് പോയാൽ അന്നത്തെ ദിവസത്തിന്റെ സബക്കില്ലേ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസില്ലേ, ആ ദർസ് എനിക്ക് നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെട്ടാൽ അത് ഇതിനേക്കാൾ വലിയ വേദനയായി തീരും. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സിലേക്ക് ഇന്ന് നേതൃത്വം വഹിക്കേണ്ട സയ്യിദ് മുഹ്സിൻ സൈദലവി തങ്ങൾ അവറുകൾ ഇവിടെ എത്തുന്നുണ്ട്. അല്ലാഹു തആല തങ്ങളുടെ ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും അവന്റെ ത്വാഅത്തിലായുള്ള ആയുഷ്യം നീട്ടിക്കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സിലേക്ക് തങ്ങളുടെ ഉസ്താദ് അവറുകൾ കടന്നു വരുന്നുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, നല്ല ആരോഗ്യം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എന്റെ പ്രസംഗം നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, മഹാനവറുകൾ മകൻ മരിച്ചിട്ട് പോലും വീട്ടിലേക്ക് പോയില്ല, ദഫൻ ചെയ്യാൻ പോയില്ല. എന്തേ കാരണം? എന്റെ ഉസ്താദായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് അതെനിക്ക് നഷ്ടപ്പെട്ടാൽ അത് എന്റെ മകൻ മരിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ദുഃഖമായി പോകും. അതുകൊണ്ട് ഞാൻ പോയില്ല. ആ കാര്യം എന്റെ അയൽവാസികൾക്ക് ഞാൻ ഏൽപ്പിച്ചു, എന്റെ അടുത്ത കുടുംബക്കാർ കേൾപ്പിച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ആരോഗ്യം കാലം അത് നല്ല ഇൽമു പഠിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ട കാലമാണ്. നമ്മുടെ മക്കൾ, അവർക്ക് നല്ല തർബിയത്ത് നൽകപ്പെടേണ്ട കാലമാണ്. നമ്മുടെ മക്കളെ വെറും ഉസ്താദുമാർ മാത്രം തർബിയത്ത് ചെയ്താൽ മതിയാവൂല. മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ വെച്ച് തർബിയത്ത് ചെയ്യേണ്ടത്. ആ തർബിയത്ത് വേണ്ടതുപോലെ കിട്ടുമ്പോഴാണ് ഒരു മക്കൾ വലിയ ആലിമീങ്ങളായി സ്വാലിഹീങ്ങളായി നമുക്കുള്ള വലിയ മുതൽക്കൂട്ടായി അല്ലാഹു തആല നൽകുക. ഈ നല്ല ആരോഗ്യ കാലങ്ങൾ മക്കൾക്കുണ്ടാകുമ്പോൾ അവരെ വേണ്ടതുപോലെ ഞങ്ങൾ കണ്ടില്ല എന്ന് കണ്ടാൽ, മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മക്കൾക്ക് കാണിക്കേണ്ട വഴികൾ കാണിച്ചു കൊടുത്തില്ല എന്ന് കണ്ടാൽ, ഭക്ഷണത്തിന്റെ അടുത്തുള്ള മര്യാദകൾ, വലിയവരോടുള്ള അവർ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ, അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പല മര്യാദകൾ വീട്ടിൽ വെച്ച് നടത്തേണ്ടത് മാതാപിതാക്കളാണ്. അത് വേണ്ടതുപോലെ ചെയ്തില്ല എന്ന് കണ്ടാൽ, ആ ചെയ്യാത്ത മാതാപിതാക്കൾ അതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ വെച്ച് കൊടുങ്ങുമെന്ന് മഹാനായ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഓരോ മുതഅല്ലിമിനെയും ദർസിലേക്ക് അയക്കുമ്പോൾ ആ മുതഅല്ലിമിന്റെ ഉപ്പയോ ഉമ്മയോ ഉസ്താദുമാരുടെ അയ്ബ് കാണാതിരിക്കാൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശറഹുൽ മുഹദ്ദബിലാണ് ഇത് കാണുന്നത്. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന
ഗുരുനാഥന്റെ ഐബുകൾ കാണാതിരിക്കാൻ ആ കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കൾ ധർമ്മം നൽകാറുണ്ട്, പാപങ്ങൾക്ക് സ്വതക്ക നൽകാറുണ്ട്. എന്തിനാണ്? എന്റെ കുട്ടി, ഈ കുട്ടി മദ്രസയിൽ പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവന്റെ അധ്യാപകന്മാരുടെ ഐബുകൾ അവനിക്ക് കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ആരോഗ്യകാലം അല്ലാഹുവിന്റെ ആഖിറം സമ്പാദിക്കുന്ന കാലമായി തീർക്കണം. നല്ല അമലുകൾ ഞങ്ങൾ ചെയ്യണം. ആദ്യം ജീവിതത്തിൽ ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെയാണ്. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, തലബനാ ഖംസൻ ഫവജദനാ ഫീ ഖംസ്. 5 കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടുപോയി. അന്വേഷിച്ചു പോയപ്പോൾ 5 കാര്യം നമുക്ക് വേറെ 5ൽ കിട്ടി. ഏതാണത്? തലബനാ ബറക്കത്തുൽ ഖൂത്ത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ആഹാരം വേണ്ടേ മുഅ്മിനീങ്ങളെ? ഈ ആഹാരത്തിലുള്ള ബറക്കത്ത് ഞങ്ങൾ തേടിപ്പോയി. ആ ബറക്കത്തിനെ ഞങ്ങൾ ഫവജദനാഹു ഫീ സ്വലാത്തിൽ ളുഹാ. ളുഹാ നിസ്കാരത്തിൽ ഞങ്ങൾ എത്തിച്ചു. ളുഹാ നിസ്കരിക്കുന്ന ആൾക്ക് വീട്ടിൽ ആഹാരത്തിന് ബറക്കത്ത് കുറയൂല, ദാരിദ്ര്യം വരൂല. വതലബനാ ദിയാഅൽ ഖുബൂരി. ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ പ്രകാശം വേണ്ടേ മുഅ്മിനീങ്ങളെ? ഇരുട്ടിലിരിക്കാൻ പറ്റുമോ? പേടിയല്ലേ? ഖബറിൽ പ്രകാശം കിട്ടാൻ എന്തുണ്ട് വഴിയെന്ന് അന്വേഷിച്ചപ്പോ ഫവജദനാഹു ഫീ സ്വലാത്തിൽ ലൈൽ. രാത്രി ഞങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആൾക്കല്ലേ ഖബറിൽ പ്രകാശം ഉണ്ടാവുക. ഓ മുഅ്മിനീങ്ങളെ, എന്റെ ഉപ്പമാരെ ഉമ്മമാരെ, ഞാനൊന്ന് പറയട്ടെ, സുബഹി സുബ്ഹാനല്ലാഹ് ഖളാ വരെ കിടന്നുറങ്ങിയാൽ സ്വന്തം ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടലോടുകൂടെ നമ്മുടെ മക്കളുടെ ജീവിതവും നഷ്ടപ്പെട്ടു പോകും. കാരണം ഏറ്റവും വലിയ ബറക്കത്ത് ഈ ഉമ്മത്തിന് വെച്ചിട്ടുള്ളത് പ്രഭാത സമയത്തിലാണെന്ന് പഠിപ്പിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് കാലത്ത് നിങ്ങൾ നോക്കൂ, 4 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ, എന്നിട്ട് അവരുടെ എല്ലാ ഔറാദുകളും ഖുർആനോത്തുകളും നിസ്കാരങ്ങളൊക്കെ തീർത്തു. സുബഹി നിസ്കാരത്തിന്റെ ശേഷം അടുക്കള പണിയിൽ നിന്നാൽ, വീടിന്റെ പണിയിൽ നിന്നാൽ ഒരു 8 മണിയാകുമ്പോൾ ഉച്ചയുടെ ഭക്ഷണം വരെ ഉണ്ടാക്കി കഴിയുമായിരുന്നു. ആ 8 മണിയാകുന്നതിന് മുമ്പായി ആ വീട്ടിലുള്ള എല്ലാവരുടെയും വസ്ത്രം കഴുകി ശുദ്ധിയാക്കുമായിരുന്നു. ആ വീട് ശുദ്ധമാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, വീടിന്റെ പണികൾ ക്ലിയർ ആകുമായിരുന്നു. എന്തുകൊണ്ടാണത്? നബി തങ്ങളുടെ വാക്കിന്റെ ബറക്കത്താണ്. സുബഹിയുടെ മുമ്പുള്ള ആ എഴുന്നേൽക്കലുണ്ടല്ലോ, ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാക്കുന്ന സാധനമാണ്. അതേ സമയത്തിൽ 6:30 മണിക്ക് എഴുന്നേറ്റാലോ? ഓ മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം അന്ന് അസർ വരെ മൂഡ് ഓഫ് ആണ്. നമ്മുടെ പണികൾ തീർന്നു കിട്ടലില്ല, അടുക്കള പണി തീർന്നു കിട്ടലില്ല. അന്നത്തെ നാഷ്ടം 10 മണിക്കാണ്, അന്നത്തെ ചോറോ 2 മണിക്കാണ്, അന്നത്തെ രാത്രിയുടെ ഭക്ഷണമോ 11 മണിക്കാണ്. ജീവിതം ഇങ്ങനെ പോയാൽ ആരോഗ്യം തളർന്നു പോയില്ലേ? ജീവിതത്തിന്റെ ബറക്കത്തുകൾ കുറഞ്ഞു പോയില്ലേ? മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടു പോയില്ലേ? യമൻ എന്ന് പറയുന്ന നാടുകൾ സുബ്ഹാനല്ലാഹ് 4 മണിയാകുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ പോലും ആട്ടി ഉറക്കുന്നതിന്റെ പകരം ആ കുട്ടികളൊക്കെ അവർ ഉണർത്തുന്നതാണ്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് പഠിപ്പിച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ വലിയ ആലിമീങ്ങളായി സ്വാലിഹീങ്ങളായി വളർന്നു വരും. അതിലൊരു സംശയമില്ല. അതുകൊണ്ടാണ് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാം ഒറ്റപ്പെടുന്ന ഒരു ഖബറില്ലേ, അവിടെ പോയി രക്ഷപ്പെടണ്ടേ, ഖബറിൽ പ്രകാശം കിട്ടണ്ടേ. അത് കിട്ടണമെങ്കിൽ ഞങ്ങളൊരു വിഷയം അന്വേഷിച്ച് നടന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, സ്വലാത്തുൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അത് നമുക്ക് ലഭ്യമാകുമെന്ന്. വതലബ്നാ ജവാബ മുൻകരി വനകീർ. ആരാരുമില്ലാത്ത ഖബറിൽ പോയാൽ മുൻകർ നകീറിന്റെ ചോദ്യം നേരിടേണ്ടി വരും. അതിനെന്തുണ്ട് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയുക? ഞങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ അതിന് നമുക്ക് ഉത്തരമായി കിട്ടിയത് ഫവജദ്നാഹു ഫീ ഖിറാഅത്തിൽ ഖുർആൻ നിത്യം ഓതുക എന്നുള്ളതാണ്. സുബഹിക്ക് ഓതേണ്ട യാസീൻ ഓതിരിക്കണം. അത് എന്തിനു വേണ്ടി ഓതിയോ അത് ലഭ്യമാകുമെന്ന് നബി തങ്ങളാണ് പഠിപ്പിച്ചു തന്നത്. മഗ്രിബായി കഴിഞ്ഞാൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്തല്ലേ സൂറത്തുൽ മുൽക്ക്. നമ്മുടെ ശരീരത്തിന് ഈമാനിന്റെ പ്രകാശം നൽകുന്ന സൂറത്തല്ലേ സൂറത്തുസ് സജദ. ജീവിതത്തിന്റെ ദാരിദ്ര്യം പോക്കുന്ന സൂറത്തല്ലേ സൂറത്തുൽ വാഖിയ. നിത്യം ഓതുന്ന ഈ സൂറത്ത്
സൂറത്തുകൾ നിത്യം ഓതണം. അതിന്റെ കൂടെ സൂറത്ത് ഖുർആൻ ഓരോ ജുസുകൾ അതേ 3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴോ അതേ അര ഖത്മോ 1 ഖത്മോ തീർക്കാനുള്ള ശ്രമം നടത്തണം. അത് മുൻകർ നകീർ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സുലഭമാക്കുന്ന സാധനമെന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ ഇമാമുന ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പിന്നെയും പറയുന്നുണ്ട് സിറാത്ത് പാലം എങ്ങനെ വിട്ടുകിടക്കും? കഴിയില്ലല്ലോ മുഅ്മിനീങ്ങളെ. അതേ ഇസ്ലാമിന്റെ വിശ്വാസം പറഞ്ഞു തരുന്നത് സിറാത്ത് പാല എന്ന് പറഞ്ഞാൽ കമ്പികളും ജെല്ലികളും സിമെന്റും ഇട്ടുണ്ടാക്കിയ പാലകളല്ല. സുബ്ഹാനല്ലാഹ്, മുടിയിനേക്കാൾ നേർമയുള്ളതും അതേ നല്ല ചാക്കിനേക്കാൾ വല്ലാത്ത മൂർച്ചയുള്ളതുമാണ് സിറാത്ത് പാല. അതിന്റെ മേൽ വിട്ടുകിടക്കാൻ കഴിയില്ല, നല്ല മുഅ്മിനീങ്ങൾക്കല്ലാതെ കഴിയില്ല. അതിനെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു നോക്കി. ഞങ്ങൾക്കപ്പോൾ ഒരു വിഷയം മനസ്സിലായി. നോമ്പ് നോക്കിയാൽ സ്വതക കൊടുത്താൽ സിറാത്ത് പോലെ മിന്നൽ പോലെ വിട്ടുകിടക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. ആഖിറത്തിൽ എത്തിപ്പെട്ടാൽ അതേ മനുഷ്യന്റെ തലയുടെ ഒരു ചാണുമേലെ നിൽക്കുന്ന സാധനമല്ലേ സൂര്യൻ. ഇന്ന് സുബ്ഹാനല്ലാഹ് 14 കോടി കിലോമീറ്റർ അങ്ങോട്ട് നിന്നുകൊണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ ചൂട് സഹിക്കാൻ ഈ തണുപ്പ് കാലത്ത് പോലും നമുക്ക് കഴിയുന്നില്ല എന്ന് കണ്ടാൽ, ആഖിറത്തിൽ എത്തിപ്പെട്ടാൽ നമ്മുടെ തലയുടെ ഒരു ചാണുമേലെ സൂര്യൻ നിൽക്കുമ്പോൾ അതിന്റെ ചൂടും സുബ്ഹാനല്ലാഹ് അതിന്റെ കത്തലും സഹിക്കാൻ കഴിയുമോ? അവിടെ നമുക്ക് സമാധാനമായി ലഭിക്കുന്നത് അർശിന്റെ തണലാണ്. അത് ലഭിക്കുന്നത് ചില്ലര ആളുകൾക്കാണ്. അത് ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അതേ തേടി നടന്നു, അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫിൽ ഖൽവാ, ഒറ്റക്കിരുന്ന് പടച്ച റബ്ബിനെ ഓർക്കലാ. നബി തങ്ങൾ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളെ, ഒറ്റക്കിരുന്ന് കൊണ്ട് സ്വന്തം പാപങ്ങളെ ഓർത്ത് കണ്ണീർ ഒളിപ്പിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ എങ്കിൽ അവനിക്ക് നാളെ അർശിന്റെ തണലുണ്ട്. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ അവസാനമായി വേണ്ടത് ആഖിറത്തിന്റെ വിജയമാണ്. ആഖിറത്തിന്റെ വിജയമല്ലാത്ത മറ്റൊരു വിജയം അത് താൽക്കാലികമാണ്. നാളെ ആഖിറത്തിൽ ശഖിയും സഈദും വേർതിരിക്കുമ്പോൾ നാമൊക്കെ നിൽക്കേണ്ടത് സഈദീങ്ങളെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിലെ ചില സമ്പാദനകൾ ആഖിറത്തിലേക്ക് ഉണ്ടാക്കി വെക്കണം. ആ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആഖിറത്തിലേക്കുള്ള ഏറ്റവും നല്ല ലഗേജ് ഏതാണെന്ന് ചോദിച്ചാൽ പടച്ച റബ്ബിന്റെ പേടി മനസ്സിന്റെ ഉള്ളിലുണ്ടാകലാണ്. അത് ഉണ്ടായി മരണപ്പെട്ട മഹാനല്ലേ ഇബ്നു അതാഇല്ലാഹി സികന്ദരി റളിയല്ലാഹു അൻഹു. മഹാനായ കമാൽ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു അവിടത്തെ മഖ്ബറ സിയാറത്ത് ചെയ്തപ്പോ ആ മഖ്ബറന്റെ അടുത്ത് പോയി പണ്ടത്തെ മഹാന്മാർ ഖുർആൻ ഓതാറുണ്ടല്ലോ. അത് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. മഹാനവറുകൾ ഇബ്നു അതാഇല്ലാഹി സികന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്ത് പോയി സൂറത്തുൽ ഹൂദ് ഇങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോ സൂറത്തുൽ ഹൂദിന്റെ ഒരു വാക്കുണ്ട്, ഫമിൻഹും ശഖിയ്യു വസഈദ്. മനുഷ്യരെ കൂട്ടത്തിലുണ്ട് പരാജിതർ, മനുഷ്യന്റെ കൂട്ടത്തിലുണ്ട് അതേ വിജയികൾ എന്നർത്ഥം വരുന്ന വാക്കിലേക്ക് എത്തിയപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടുപോയി. വല്ലാത്ത ശബ്ദമായിരുന്നു അത്. യാ കമാൽ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന കമാലേ, ലൈസ ഫീനാ ശഖീ, നമ്മിൽ ഇവിടെ പരാജിതരില്ല. ഈ ഖബറും ഈ ഖബറിന്റെ പരിസര ഭാഗത്തിലൊക്കെയുള്ളത് സഈദീങ്ങളാ എന്ന ഉത്തരം കേട്ടപ്പോ മഹാനായ കമാൽ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ചുറ്റുമുള്ള മനുഷ്യരോട് പറഞ്ഞു, എന്നെ മരമാടുകയാണെങ്കിൽ ഈ സ്ഥലത്തിൽ വെച്ച് മരമാടണോ.
മുഅ്മിനീങ്ങളെ സ്വാലിഹീങ്ങൾ മരിച്ചു പോയതുപോലെ നമ്മുടെ അതേ മുമ്പുള്ള ആളുകൾ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാരൊക്കെ പുഞ്ചിരിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മരിച്ചതുപോലെ നമുക്കും മരിക്കാൻ കഴിയണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ സംഘടന പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ, അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഇബാദാത്തുകളും അമാലുകളും. നമ്മുടെ പോസ്റ്റുകളോ നമ്മുടെ പ്രവർത്തനങ്ങളോ മനുഷ്യർക്ക് വേണ്ടിയാകാതെ അല്ലാഹുവിന് വേണ്ടിയാക്കി തീർക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബേ, പറയുന്നതിനേക്കാളുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് നീ നൽകണേ അല്ലാഹ്. നമ്മുടെ സാദാത്തുകൾക്ക് നീ ആയുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. നമ്മയൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിച്ച ഓടി നടന്ന സംഘടനാ പ്രവർത്തകന്മാരും എൻഗേജ്മെന്റിന്റെ ആൾക്കാർക്കും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും പെടുത്തി നാളെ ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ നീ പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നാം ഏവരും ആകാംക്ഷയിൽ കാത്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വർകൾ സയ്യിദ് മുഹ്സിൻ സയ്യിദ് അലവി കോയ തങ്ങൾ കുഞ്ചില, ബഹുമാനപ്പെട്ട തങ്ങളവർകൾ സ്ഥലത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് വർകൾ സ്വലാത്തിന് ഉപദേശം പറയാൻ വേണ്ടി നമുക്ക് വേണ്ടതുപോലെ ഉപദേശങ്ങളും ദുആവും ചെയ്തു തരും. അൽഹംദുലില്ലാ, ഈ വർഷം നമ്മളെ കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട തങ്ങളെ ഉസ്താദ് അവറുകൾ വരണമെന്ന തീരുമാനത്തോടു കൂടെ തങ്ങളെ ഉസ്താദ് അവറുകളെ ക്ഷണിക്കുകയും തങ്ങൾ ഉസ്താദ് അവറുകൾ അത് സ്വീകരിച്ച് നമ്മളെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. കൽക്കട്ട ഇല്യാസ് ജുമാ ബസ്തിദിന് പകലും അതേപോലെ മുസ്ലിം ജമാഅത്ത് SYS SSF തഖ്വത്തുൽ ഇസ്ലാം ഇതിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وسيلتنا، أدركنا أغثنا انظرنا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي. لم دائما أبدا على حبيبك خير
للخلق كلهم ബഹുമാനമുള്ള പണ്ഡിതന്മാര്, ഇവിടെ ഒരുമിച്ച് കൂടിയ ലൈവിൽ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ, നീണ്ട ഒരു സംസാരത്തിന് ഇപ്പോൾ സമയമില്ല എന്ന് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കാര്യമായി ഒന്നും സംസാരിക്കാതെ നമ്മുടെ ഇന്നത്തെ സദസ്സിന് ആവശ്യമായ നല്ല നസീഹത്ത് വഅദ് നേരത്തെ മാറനാട് അഹ്സനി ഇവിടെ നടത്തി. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയങ്കരനായ ഇവിടുത്തെ ഖദീബ് ഉസ്താദ് സഖാഫി അവറുകളും ആവശ്യത്തിന് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. മറ്റുള്ള ധാരാളം ഉസ്താദന്മാർ ഇവിടെയുണ്ട്. നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ ആളുകളുണ്ട്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ അബ്ബാസ് ക ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിനോട് സഹായിച്ച, സഹകരിച്ച, സ്നേഹിച്ച മുഴുവൻ ആളുകൾ ലൈവിൽ ശ്രദ്ധിക്കുന്നവരിലും നാമുമായി ബന്ധപ്പെട്ടവരിലൊക്കെ